ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നാം പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വിലപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ആരംഭത്തിന് വേണ്ടി നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിരിക്കാം. ദ ബുക്ക് ഓഫ് ലാമെന്റേഷൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 18. വിലാപങ്ങളുടെ പുസ്തകം 4:18. ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാതെ വണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരിക്കുന്നു. ഞങ്ങളുടെ അവസാനം അടുത്തു, ഞങ്ങളുടെ കാലം തികഞ്ഞു, ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു. ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് വന്നിരിക്കുന്ന ദൈവമക്കളോട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് സന്ദേശം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം വിലാപങ്ങളുടെ പുസ്തകം ഇവിടെ വരെ പോകാനാ. സത്യം പറഞ്ഞാൽ ബൈബിളിൽ അനേക പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള പുസ്തകം വിലാപങ്ങളുടെ പുസ്തകം. ട്രാജിക് എന്ന് പറയുമ്പോൾ എന്ത് മലയാളത്തിൽ പറയുന്നത്? ദുരന്തം നിറഞ്ഞൊരു പുസ്തകമാണ്. ഏത്? പല പുസ്തകങ്ങളിലും വിലാപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആമോസിന്റെ പുസ്തകം നേരത്തെ ഒരിക്കൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതിൻ്റെ 5-ാം അധ്യായം വിലാപമാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോ നമ്മളോട് സംസാരിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു വിലപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ വിലാപം മാത്രമുള്ളൊരു പുസ്തകം അത് ഈ പുസ്തകമാണ്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം ഇതാരാ എഴുതിയത്? 1-2 കാര്യം ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞിട്ട് വേഗം ഇന്നത്തെ സന്ദേശത്തിലേക്ക് വരാം. ഈ പുസ്തകത്തിൽ ആരാ എഴുതിയെന്ന് എഴുതിയിട്ടില്ല. എങ്കിലും പൊതുവെ അഭിപ്രായപ്പെടുന്നത് പ്രവാചകനാകുന്ന യെരമ്യാവ് എഴുതിയ പുസ്തകമാണെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം. താൻ ആവർത്തിച്ച് ജനത്തോട് ദൂത് പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം എങ്ങോട്ട് കൊണ്ടുപോകും? പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ദൂത് പറഞ്ഞു. അവരത് കേട്ടില്ല, അവർ കൂട്ടാക്കിയില്ല. പ്രവാചകൻ പറഞ്ഞതുപോലെ ആ ദേശം നശിച്ചു. ശത്രു സൈന്യം, ബാബിലോൺ സാമ്രാജ്യം നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ വന്ന് അവരുടെ പട്ടണമെല്ലാം നശിപ്പിച്ച് അവരെ കുറെ പേരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ പ്രവാസത്തിലേക്ക് പോയി പട്ടണത്തിന്റെ തകർച്ച നേരിട്ട് കണ്ട ഒരാളാണ് ഇത് എഴുതുന്നത്. ഇറ്റ് ഈസ് എൻ ഐ വിറ്റ്നസ് അക്കൗണ്ട്. നേരിട്ട് താൻ കാണുക, തൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഇതുവരെയും മനോഹരമായി നിന്ന പട്ടണം തകർന്നു പോയി. നമുക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാം, അതൊന്ന് മനസ്സിലാക്കാൻ. 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിക്കേ. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം, ജനപൂർണമായിരുന്ന നഗരം എന്ന് പറഞ്ഞാൽ ആളിഷ്ടം പോലെ ഒരുമിച്ച് വാർത്തത, വലിയ പട്ടണമായിരുന്നു. പക്ഷെ ഇപ്പോൾ വായിച്ചേ, ജനപൂർണമായ പട്ടണം ഏകാന്തയായിരിക്കുന്നത് എങ്ങനെ? ഏകാന്തയായി. ഇപ്പോൾ ആളില്ല, ആൾ താമസമില്ല, എല്ലാരും പോയി. കുറെ പേരെ പിടിച്ചോണ്ട് പോയി. ബാക്കിയുള്ള ഒരു ചത്ത തെരുവിൽ കിടപ്പുണ്ട് ശവങ്ങൾ. അതിന്റെ തന്നെ 4-ാം വാക്യം ഒന്ന് നോക്കിക്കേ. ഉത്സവത്തിന് ആരും വരായിക കൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു. സിയോനിലേക്കുള്ള വഴികൾ, അതായത് ആ പട്ടണത്തിലേക്ക് പോകുന്ന വഴികൾ ദുഃഖിക്കുന്നു. അതെങ്ങനെ വഴികൾ ദുഃഖിക്കുന്നത്? പണ്ടൊരിക്കൽ നമ്മൾ ചിന്തിച്ചതാണ്, യഹൂദന്മാർ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് താമസിച്ചാലും വർഷത്തിൽ കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും പെരുന്നാൾ നടക്കുമ്പോൾ അവരെല്ലാം ഇവിടെ വരണം. ഈ വഴി സിയോന്റെ റോഡ് പിടിച്ച് അവർ സിയോനിൽ വരും. യെരൂശലേമിൽ വന്ന് ആലയത്തിൽ ഉത്സവത്തിൽ പങ്കാളികളാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ വരാൻ ആളില്ല. ആ വഴികൾ നിലവിളിക്കുക, തകർന്ന് തരിപ്പണമായി പോയ പട്ടണവും അവിടുത്തെ ആളുകളും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്തിടെ ഒരു യുദ്ധം നടന്നു. എവിടാണ് യുദ്ധം നടന്നത്? എവിടെയായിരുന്നു യുദ്ധം? കറക്റ്റ്, ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പോൾ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു കാണാം. ആ കൂട്ടത്തിൽ വന്നൊരു വീഡിയോ ഉണ്ട്. ഉക്രൈൻ്റെ തലസ്ഥാനം, അവിടുത്തെ മനോഹരമായ പട്ടണത്തിന്റെ പഴയ ആ ഒരു വീഡിയോ, ലൈറ്റും നല്ല വലിയ കെട്ടിടങ്ങളും മനോഹരമായ സ്ട്രീറ്റൊക്കെ ഉണ്ടായിരുന്ന പട്ടണം. ബിഫോർ ആഫ്റ്റർ റഷ്യയുടെ മിസൈൽ അടിച്ചപ്പം കത്തിച്ചാമ്പലായി പുകയും മാളൊന്നും ഇല്ലാത്ത തെരുവുകൾ. കണ്ടിട്ടില്ലേ ഇതൊക്കെ? അതേപോലത്തെ ഒരു അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ചേ. പ്രവാചകൻ പ്രവചിച്ച് നേരിട്ട് കാണുക, തൻ്റെ മുമ്പിൽ താൻ പ്രവചിച്ച പട്ടണം നശിച്ചു പോകുന്ന.
താൻ ശുശ്രൂഷിച്ച ജനമെല്ലാം ചത്തു വീഴുന്ന പ്രവാസത്തിലേക്ക് പോകുന്ന ഒരു ദുരന്തം താൻ നേരിട്ട് കണ്ടു. ഹി സോ ദ ട്രാജഡി ഓഫ് ദ പീപ്പിൾ. ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഇത് കണ്ട പ്രവാചകന്റെ ഉള്ളിൽ ദുഃഖം ആയി. ദുഃഖം എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ദുഃഖമല്ല, ആഴത്തിൽ വേദന തൻ്റെ ഹൃദയത്തിന് പിടിച്ചു. ആ വേദനയിൽ നിന്നാണ് ഈ വിലാപ ഗാനങ്ങൾ താൻ രചിച്ചെന്നാണ് പറയുന്നത്. ആ വിലാപത്തിന്റെ ആഴമൊന്ന്, ആ ദുഃഖത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ വായിച്ച വാക്യത്തിൽ തന്നെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ച ആദ്യം 1-ന്റെ 2-ാം വാക്യം. രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവളുടെ കവിൾ തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു, അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പാൻ ആരുമില്ല. ആ ആശ്വസിപ്പാൻ ആരുമില്ലാതെ രാത്രി മുഴുവനും കരയാ. അങ്ങനെ ദുഃഖം വന്നിട്ടുണ്ടോ നമുക്കൊക്കെ പല കാരണങ്ങളാൽ ദുഃഖം വന്നിട്ടുണ്ട്. ദുഃഖം വന്നിട്ട് നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു 12 മണി 1 ആയപ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയി. പിന്നെ ഞെട്ടി എഴുന്നേറ്റപ്പോൾ നമ്മൾ രാവിലെ 8 എന്ന് മനസ്സിലായി. അതല്ല, ഈ മനുഷ്യന് ദുഃഖം കടന്നു വന്നിട്ട് ഉറക്കം തന്നെ വിട്ടുപോയി, ഉറങ്ങാൻ പറ്റുന്നില്ല. അതേപോലെ പട്ടണത്തിന്റെ തകർച്ച, ജനത്തിന്റെ ശൂന്യത, പ്രവാസം തന്നെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിയ ഒരു സന്ദർഭം. 12-ാം വാക്യത്തിലൊക്കെ പറയുന്നത് വായിക്കണ്ട, ഇതേപോലെ ഒരു വ്യസനം ആർക്കും ഉണ്ടായിട്ടില്ല, എന്റെ ദുഃഖം പോലെ ആർക്കും ദുഃഖം ഉണ്ടായിട്ടില്ലെന്നൊക്കെ താൻ പറയുന്ന ഭാഗങ്ങൾ. തകർന്നു പോയ പട്ടണത്തിന്റെ, തൻ്റെ ജനത്തിന്റെ ശൂന്യതയും പ്രവാസവും കണ്ടുള്ള ഒരു ദുഃഖം, വിലാപങ്ങളാണ് ഈ പുസ്തകങ്ങളിൽ മുഴുവനായിട്ടും കാണുന്നത്. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ 4-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച കുറിവാക്യം 18-ാം വാക്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ സന്ദർഭവും എല്ലാം ചേർത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. 4:18 നമ്മുടെ ശ്രദ്ധ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ലുക്ക് അറ്റ് വേഴ്സ് 4 വേഴ്സസ് 18 അഗൈൻ. 4:18 ഒന്നുകൂടെ വായിക്കാം. ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാതെ വണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരിക്കുന്നു. ഞങ്ങളുടെ അവസാനം അടുത്തു, ഞങ്ങളുടെ കാലം തികഞ്ഞു, ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ പറഞ്ഞ പശ്ചാത്തലവുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ച് മനസ്സിലാക്കണം. ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് കടന്നുകൂടാതെ വണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരിക്കുന്ന. ആരാ ഇവിടെ അവർ? ആരാ? ശത്രു ആരായിരുന്നു? ബാബിലോണിലെ സൈന്യം. വീഥികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ ഉദാഹരണം, നമ്മളെല്ലാം ഇവിടെ ഹോളിൽ ഇരിക്കുക, നമുക്ക് ഇറങ്ങാൻ വയ്യ ആ റോഡിലോട്ട്, പേടി. കാരണം എന്താ? റോഡിൽ ഇറങ്ങിയ ശത്രു കൊണ്ടുപോകും. ദാറ്റ് മീൻസ് ഇങ്ങ അടുത്ത് വന്നു, ശത്രുവിന്റെ സംഹാരം ഇങ്ങ അടുത്തെത്തി. ഞങ്ങളുടെ തൊട്ടടുത്ത് ശത്രു നിൽക്കുക. പുറത്തിറങ്ങാനോ വീഥികളിലേക്ക് ഇറങ്ങാൻ പോലും ഭയമായ, ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ലിറ്ററലി നടക്കുക. ഇത് കണ്ടിട്ട് പ്രവാചകൻ ഈ ജനത്തിന്റെ തന്നെ ഒരു റിപ്രസെന്റേറ്റീവായിട്ട്, ഒരു പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട് പറയാ, ഞങ്ങളുടെ അവസാനം, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ശത്രു ഇവിടെ വാതിക്കലെത്തി. ഇത് കേവലം അവരുടെ മരണം മാത്രമല്ല, ഒരു ജാതിയുടെ തന്നെ അവസാന. ഇറ്റ് ഈസ് എൻഡ് ഓഫ് അവർ നേഷൻ. ഞങ്ങളുടെ ജാതിക്ക് അവസാനമാകും, ഞങ്ങളുടെ ദേശത്തിന് അവസാനമാകും. ഇവരിങ്ങനെ നിലവിളിക്കാനുണ്ടായ സാഹചര്യം എന്തുവാണെന്നറിയാമോ? 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കണം. ഇവര് പല കാര്യങ്ങളിൽ ആശ്രയം വെച്ചിരുന്നു. ഇല്ലില്ല, ബാബിലോൺ ഞങ്ങളെ അടിക്കാൻ വന്നാൽ, ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് ചില സങ്കേതങ്ങളുണ്ട്, ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ബാബിലോൺ ഞങ്ങളെ തൊടത്തില്ലെന്നുള്ള നിലയിൽ പലതിലും ഇവര് പ്രത്യാശ, അവരുടെ പ്രതീക്ഷ വെച്ചിരുന്നു. നമുക്കത് എന്തുവാന്ന് നോക്കാം. 1-2 കാര്യങ്ങൾ നോക്കണം. 4-ാം അധ്യായത്തിന്റെ തന്നെ 1-ാം വാക്യം ഒന്ന് നോക്കിക്കാം. 4:1. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി. പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി. പൊന്നെങ്ങനെയാ മങ്ങിയത്? പൊന്നു മങ്ങിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ദേശത്തിൽ പൊന്നെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എന്നുള്ള അർത്ഥമാണ്. അവരുടെ ഇടയിൽ ഏറ്റവും നല്ലത് പിടിച്ചുകൊണ്ട് ശത്രു കൊണ്ടുപോയി. ഇനി ശേഷിക്കുന്നത് ദീനം പിടിച്ചവരും രോഗികളും ഏറെക്കുറെ ശാവാറായ കുറച്ചു പേരേ ഉള്ളൂ ഇനി ബാക്കി. അങ്ങനത്തെ ഒരു സാഹചര്യമായി എവിടായി. തുറന്ന് വായിച്ചേ.
വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. വിശുദ്ധ രത്നങ്ങൾ വീഥികളുടെ തലക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. വിശുദ്ധ രത്നം, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. എന്തുവാ വിശുദ്ധ രത്നം? വിശുദ്ധ രത്നം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ, അതായത് അവരുടെ കാലഘട്ടത്തിൽ അവരാലയത്തിൽ ചെല്ലുമ്പോൾ ആലയത്തിൽ പുരോഹിതൻ, മഹാപുരോഹിതനുണ്ട്. ഇന്നത്തെ പാസ്റ്റർമാരെ പോലല്ല, അവർക്ക് പ്രത്യേകമായ എന്തോ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ സൺഡേ സ്കൂളിൽ? ഉണ്ട്. അവർക്ക് വസ്ത്രമുണ്ട്, മേലിക്കുട്ടിടുന്ന വേറെ അങ്കിയുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ രത്നങ്ങൾ പതിച്ച ചില അങ്കികൾ അവരിടും. അപ്പൊ ഇവിടെ വിശുദ്ധ രത്നം എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? അവരുടെ ആലയത്തെയും അവരുടെ ശുശ്രൂഷകളെയും കാണിക്കുക. അപ്പൊ ജനം എന്തുവാ ചിന്തിച്ചോണ്ടിരുന്നേ? അവര് പറഞ്ഞു, യെരമ്യാവ് പറയാ നാശം വരും, ന്യായവിധി വരും. ഇവര് പറഞ്ഞില്ല, ഞങ്ങളെ ബാബിലോണ് തൊടാൻ പറ്റത്തില്ല. കാരണം എന്തുവാ? കാരണം ഞങ്ങൾക്ക് ഹൈ പ്രീസ്റ്റ്, വിശുദ്ധ രത്നം കൊണ്ട് അലങ്കരിച്ച വസ്ത്രം ഇട്ട് വരുന്ന മഹാപുരോഹിതനുണ്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ ആലയം അവർക്കൊരു അഭിമാനമായിരുന്നു. കാരണം എന്താ? മറ്റനേക പട്ടണങ്ങൾ ലോകത്തുണ്ട്, പല രാജ്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത പട്ടണം ഏതാ? അത് ഞങ്ങളുടെ പട്ടണമാ. ദൈവം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ സ്ഥലം ഏതാ? അത് ഞങ്ങളുടെ ആലയാ. അപ്പൊ ഇവര് പറഞ്ഞു, ആലയം ഇരിക്കുന്ന പട്ടണത്തെ ഒന്നും ആരും തൊടത്തില്ല. എത്ര വലിയ വാവിലും വന്നാലും ഞങ്ങൾക്ക് ആലയമുണ്ട്, ശുശ്രൂഷകളുണ്ട്, ആലയത്തിൽ നടക്കുന്ന ക്രമീകരണങ്ങളുണ്ട്, ഞങ്ങളെ ആർക്കും തൊടാൻ പറ്റത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അതിന് വേണമെങ്കിൽ ഒരു തെളിവൂടെ ഞാൻ കാണിക്കാം. നോക്കിക്കുക, 4-ാം അധ്യായത്തിന് തന്നെ 12-ാം വാക്യം നോക്കിക്കേ. 4:12. വൈരിയും ശത്രുവും യെരൂശലേമിന്റെ വാതിൽകൾക്കകത്ത് കടക്കുമെന്ന് ഭൂരാജാക്കന്മാരും ഭൂവാസികൾ ആരും വിശ്വസിച്ചിരുന്നില്ല. കണ്ടോ? കേവലം യഹൂദന്മാര് മാത്രമല്ല, വിലപിക്കുമ്പോ പ്രവാചകൻ പറയാ, സത്യം പറഞ്ഞ ഭൂമിയിൽ ജീവിക്കുന്ന ആരും വിശ്വസിക്കത്തില്ല യെരൂശലേം ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ. ദൈവം വരുന്ന പട്ടണം എങ്ങനെ ആക്രമിക്കപ്പെടുന്നേ? അങ്ങനത്തെ ഒരു സംഭവം അല്ല. നമുക്കിപ്പോ ഇതിനകത്തിൽ എന്തുവാ കാര്യം എന്നായിരിക്കും ചിന്തിച്ചു വരുന്നത്. എന്തുവാ അതിനകത്തിലെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ, നമുക്ക് അറിയാതെ ഈ ഒരു ചിന്ത വരും. ഏത് ചിന്തയാ? ബിക്കോസ് ഐ ആം പാർട്ട് ഓഫ് സോ ആൻഡ് സോ ചർച്ച്, ഞാൻ ഇന്ന സഭയുടെ ഭാഗമായത് കൊണ്ട്. ഇന്ന സഭ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് NLAGയുടെ ഭാഗമായത് കൊണ്ട്, ബിക്കോസ് ഐ എം മെമ്പർ ഓഫ് ദി ചർച്ച്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ രാവിലെ അവിടെ തിരുവല്ല പ്രസംഗിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. അന്ന് ആലയത്തിൽ പോയവരുണ്ടല്ലോ, നമ്മളെക്കാളും ആത്മാർത്ഥതയുള്ളവരാ. ആമോസിന്റെ പുസ്തകത്തിൽ നമ്മളിത് കണ്ടതാണ്. അവര് ഉഴപ്പി യോഗത്തിന് പോയിട്ടൊന്നുമില്ല, അവര് റെഗുലറായിട്ട് യോഗങ്ങളിൽ പോകുന്നവരായിരുന്നു. യോഗം മാത്രമല്ല, കൃത്യം ദശാംശം, കൃത്യം വഴിപാട്, ഇതെല്ലാം കൊടുക്കുന്ന ജനമായിരുന്നു അവര്. പക്ഷെ പ്രവാചകൻ ഇപ്പൊ പറയാ, നിങ്ങളുടെ ആലയത്തിലെ നിങ്ങളുടെ പ്രതീക്ഷ അസ്തമിക്കും. നമുക്ക് ചിന്ത വരുന്നുണ്ടോ? ഞാൻ പെന്തക്കോസ്റ്റൽ ആയതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ അടുത്ത ആളാണ്. നമ്മുടെ ഇടയിൽ ഇപ്പം ചില ന്യൂജൻ ആൾക്കാരുടെ പാട്ടുണ്ട്, എന്തുവാ, നമ്മുടെ ഡാഡിയാണ്, എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്ക് ഇടിപ്പാണെന്നൊക്കെ സിനിമാ സ്റ്റൈല് പാട്ടുന്ന യേശുവിനെയും ദൈവത്തെ പറ്റി പാടുമ്പോ ദൈവം പോക്കറ്റിലാണ്, എനിക്ക് തോന്നിയതുപോലെ പോകാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് അബദ്ധധാരണയാണെന്ന് ചിന്തിച്ചോണം. They place their hope in temple and its rituals. ആലയത്തിലും ആലയത്തിന്റെ ആചാരങ്ങളിലും പ്രതീക്ഷ അർപ്പിച്ചു. രണ്ടാമത്തെ കാര്യം നോക്കണം, അതിന്റെ 5-ാം വാക്യം, 4:5. ഒന്നാമത്തത് ആലയം, ആലയത്തിന്റെ ആചാരങ്ങൾ. രണ്ടാമത്തെ നോക്കണം, അതിന്റെ 5-ാം വാക്യം. സ്വാഭുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഇവരുടെ ഇടയിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഒരു കൂട്ടം ആൾക്കാര്. അവരുടെ ആഹാരം, അവരുടെ വസ്ത്രത്തെ പറ്റിയാണ് അവിടെ കാണുന്നത്. എന്തുവാ മലയാളത്തിലെ ആ വാക്ക്? അല്ല, അതിന്റെ മുമ്പ് ഫുഡിനെ പറ്റി പറഞ്ഞ ആദ്യത്തെ ഭാഗം സ്വാദുഭോജ്യം. സ്വാദുഭോജ്യങ്ങൾ. മലയാളം അറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കി കാണും. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന കാര്യത്തിന്റെ അർത്ഥം ഞാൻ പറയാം. ഡെലിക്കസി എന്നുള്ള വാക്കാണ്. എന്തുവാ ഡെലിക്കസി എന്ന് പറഞ്ഞാൽ? എല്ലായിടത്തും ഒന്നും കിട്ടുന്ന സാധനമല്ല.
എല്ലാവർക്കും ഒന്നും വാങ്ങാൻ പറ്റുന്ന സാധനമല്ല. കൂടിയ ഹോട്ടലിൽ കൂടിയ പൈസ കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പൊ അവര് കഴിക്കുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായോ? പൊതുജനം കഴിക്കുന്നതല്ല, ഇച്ചിരി കൂടിയെടുത്തേ കഴിക്കൂ, ഇച്ചിരി കൂടിയ സാധനമേ ഓർഡർ ചെയ്യൂ, നോട്ട് ദ നോർമൽ വൺസ്. അവരുടെ വസ്ത്രധാരണം എന്തുവാന്ന് മനസ്സിലായോ? നോക്കിക്കേ, വസ്ത്രം എന്തോ എഴുതിയേക്കുന്നത്? ദുമ്മറ വസ്ത്രം. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് പേർപ്പിൾ, റോയൽ പർപ്പിൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നും അല്ല ഞങ്ങൾ ഇടുന്നത്. ഞങ്ങൾ ഇച്ചിരി കൂടിയതേ ഇടത്തുള്ളൂ. ഇന്ന ബ്രാൻഡേ ഞങ്ങൾ ഇടൂ, ഇന്നടത്തെ ഞങ്ങൾ കഴിക്കൂ. അതാരെ പറ്റി പറയാന്നറിയോ? അവരുടെ കൂട്ടത്തിൽ കുറച്ചു പേർക്ക് നല്ല സാമ്പത്തികമുണ്ട്. ദേ ആർ വെരി വെൽത്തി. സമ്പത്ത് കൂടിയപ്പോൾ ഇവരെന്തോ ചിന്തിച്ചെന്നറിയോ? നോ 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 നോ, ബാബിലോൺ ഞങ്ങളെ ആക്രമിക്കുമെന്നോ? ഒരിക്കലുമില്ല. കാരണം എന്താ? ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പത്തായി, ഞങ്ങളെയൊന്നും ബാബിലോൺ തൊടത്തില്ല. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അവർക്ക് അതിലേക്കൊരാശ്രയായി. പ്രവാചകൻ പറഞ്ഞ കേട്ടോ, ഡെലിക്കസി കഴിച്ചോണ്ട് ഹോട്ടലിൽ ഇരുന്നവരിപ്പോ എവിടാ? തെരുവിൽ പട്ടിണി കിടക്കുക. ധൂമ്ര വസ്ത്രമേ ഇടത്തുള്ളൂ, ഇപ്പം ഇടാനൊന്നും ഇല്ലാതെ നിൽക്കുക. സമ്പത്തിനോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ടോ. ഈ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഉണ്ടല്ലോ, അറിയാതെ ഒരു സെക്യൂരിറ്റി തോന്നും. സമ്പത്തുണ്ടെങ്കിൽ ഞാൻ സുരക്ഷിതമാണെന്നുള്ള ചിന്ത. ഓ, എനിക്കെന്റെ പൈസ ഉണ്ട് ബ്രോ, വാട്ട് ഈസ് ദ പ്രോബ്ലം? യു ഫീൽ യു ആർ സെക്യൂർ ബിക്കോസ് യു ആർ റിച്ച്. അല്ലെ തന്നെ ഇപ്പം കുഞ്ഞുങ്ങള് യൗവനക്കാരൊക്കെ പൈസ ഉണ്ടാക്കണം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാ? സെക്യൂർ ആകണമെങ്കിൽ പൈസ വേണമെന്നുള്ള ചിന്തയാ. പൈസ ഉണ്ടെങ്കിൽ സുരക്ഷിതരാണെന്ന് ചിന്തയാ. ഈ ഭാഗം ശരിക്കും പഠിച്ചോണം. അന്ന് വാർത്ത ധനവാന്മാർ കുപ്പയിലേക്ക് തിരിഞ്ഞെങ്കിൽ ദൈവത്തെ മറന്നുകൊണ്ട് പണത്തിന്റെ പുറകെ ഓടുമ്പോൾ അത് നാശത്തിലേക്കാണെന്ന് ഈ ഭാഗം പഠിപ്പിക്കുക. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ പിണങ്ങല്ലേ. പണം കൂടിയാലേ ഓണർ കിട്ടത്തുള്ളൂ. ആൾക്കാര് ബഹുമാനിക്കണ എന്തോ വേണം, 2 പുത്തനൊക്കെ വേണം. അല്ല ആര് മൈൻഡ് ചെയ്യാനാ? ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ചിന്തയാ പണക്കാരന് ഒരു ബഹുമാനം കൊടുക്കുന്ന. അത് സഭയുടെ സിസ്റ്റം ആകല്ലേ. അറിയാതെ സഭയ്ക്കകത്ത് അത് കടന്നു കയറുന്നുണ്ട്. എന്തുവാന്നറിയാമോ? കാശുള്ളവനെ കാണുമ്പോൾ ചാടി അങ്ങ് എഴുന്നേക്കും, സീറ്റൊക്കെ മറക്കും, എന്തോ ഒരു സന്തോഷം, ഒരു കുളിരും. പൈസ ഇല്ലാത്ത സാധാരണക്കാരൻ അതുവഴി പോയി, നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. അതെന്താ? ഈ ചിന്ത കയറിയതാ. You think you need to honor some people because they are wealthy. That is not the system of the church. തുല്യമായിട്ട് എല്ലാവരെയും ബഹുമാനിക്കണം, പണത്തിന്റെ അളവനുസരിച്ചല്ല. അത് ലോകത്തിന്റെ സിസ്റ്റം, അത് നമ്മുടെ സിസ്റ്റം അല്ല. അത് നമ്മളിൽ കടന്നാൽ ഈ വാക്യം നമ്മളോട് പറയുന്നത് അത് നാശത്തിലേക്കുള്ള പോക്കാ. എന്തോ പറഞ്ഞു വരുന്ന കാര്യം, they put their hope in several other things. മറ്റു പലതിലും അവർ പ്രതീക്ഷ അർപ്പിച്ചു. അതിലൊരു കാര്യമാണ് പണം. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതൊക്കെ തുടക്കത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു ചിന്ത, കുറച്ചും കൂടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഫൈനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, അതിൽ സുരക്ഷിതത്വം തോന്നുന്നെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ സുരക്ഷതയും എൻ്റെ മാനവും എല്ലാം ദൈവത്തിൽ മാത്രമായിരിക്കണം. 1 ആലയം, 2 ധനം, സമ്പത്ത്, ധനവാന്മാർ. 3-ാമത്തെ കാര്യം നോക്കിക്കേ, 13-ാം വാക്യം. അതിന്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി അവർ കുരുടന്മാരായി മതി 13-ാം വാക്യത്തിൽ കാണുന്ന 2 കൂട്ടം ആൾക്കാർ ആരൊക്കെയാന്നൊന്ന് പറഞ്ഞേ. ആരൊക്കെയാ? 4:13 എല്ലാവരും ഒന്ന് എടുത്ത് നോക്കിക്ക. 4:13 ആരൊക്കെയാ? പ്രവാചകന്മാര്, പുരോഹിതന്മാർ. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന 2 കൂട്ടം ആൾക്കാർ. 1 പ്രവാചകൻ, 2 പുരോഹിതൻ. ഈ ജനത്തിന് പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്ന അടുത്തൊരു കൂട്ടമാണ് പ്രവാചകനും പുരോഹിതനും. വലിയ പ്രത്യാശയാണ് അവർക്ക്. ദൈവം ന്യായം വിധിക്കുമെന്ന് യെരമ്യാവിനെ കൂടെ പറയുമ്പോൾ, യെരമ്യാവ് മാത്രമല്ല അവിടെ പ്രവാചകൻ, വേറെ നിരനിരയായിട്ട് പ്രവാചകന്മാർ നിൽക്കുക. മാനസാന്തരത്തിന്റെ ദൂത് ഒരു സൈഡിൽ പറയുമ്പം
നാശം വരുന്നുണ്ട്, പ്രവാസം വരുന്നുണ്ടെന്ന് പറയുമ്പം കൂടെ നിൽക്കുന്ന പ്രവാചകന്മാർ പറയാ അങ്ങനൊന്നും വരത്തില്ല, നമുക്കാലയമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് പുരോഹിതനുണ്ട്, നമുക്ക് മഹാപുരോഹിതനുണ്ട്, ഇതെല്ലാം സമാധാനമാണ്, ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന കുറച്ച് പേര് കൂടെ നിൽക്കുക. കാണേണ്ടത് രണ്ടു കൂട്ടം പ്രവചനം അവിടെ ഉണ്ടായിരുന്നു. അതിന്നും ഉണ്ട്. ഒന്ന്, മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന സന്ദേശം, ദൈവത്തിലേക്ക് തിരിയണമെന്നും പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടണമെന്നും വിളിക്കുന്ന സന്ദേശം. മറ്റൊന്നുണ്ട് മോട്ടിവേഷണൽ സന്ദേശം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് മോട്ടിവേഷൻ ഉണ്ട്, 1.5 മിനിറ്റ് ഉണ്ട്. ഇപ്പം 30 സെക്കൻഡിൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന പോലത്തെ സാധനങ്ങളാണ് ഇപ്പം പ്രചാരണത്തിലുള്ളത്. പെട്ടെന്ന് മോട്ടിവേഷൻ കിട്ടും. ദാറ്റ് ഈസ് എ ഡേഞ്ചർ ദാറ്റ് ഹാപ്പൻ ടു ദാറ്റ് പീപ്പിൾ. ആ ജനത്തിന് പറ്റിയ അപകടമാണ് അത് ഈ കാലഘട്ടത്തിലും ഉണ്ടെന്ന് തിരിച്ചറിയണം. ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ രീതികൾ ഞാനൊന്ന് കാണിക്കാം, നോക്കണമേ. 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാമോ? 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കിക്കേ. നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസ കാരണവുമായ പ്രവാചനം ദർശിച്ചിരിക്കുന്നു. കണ്ടോ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രവാചകന്മാര്, നിങ്ങൾ ആശ്രയം വെച്ചിരുന്ന പ്രവാചകന്മാര് നിങ്ങളോട് നിങ്ങളുടെ അകൃത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്തോ മാറിയേനെ, പ്രവാസം മാറിയേനെ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തേക്ക് തിരിഞ്ഞാൽ പ്രവാസം തന്നെ മാറിയേനെ. പക്ഷെ അവരത് മറച്ചു. മറച്ചിട്ട് ഇപ്പൊ എന്തുവാ പറയുന്നത്? കളവ്, ഭോഷത്വം, വ്യാജമാണ് അവര് പ്രസംഗിക്കുന്നത്. ഇന്നും ഇത് തന്നെ. ഇന്നിപ്പോ ഇവിടെ ഞായറാഴ്ച രാവിലെ ഇന്നിപ്പോ ഇവിടെ ആര് പ്രസംഗിച്ചാലും എന്നും ഇത് തന്നെ ആണോന്ന് ചിന്തിക്കും. പാസ്റ്റർ ലൂക്കോസ് എടുത്താലും മാനസാന്തരപ്പെടണം, ഇത് ബിലാവ് എടുത്താലും മാനസാന്തരപ്പെടണം, ഇത് ഒരു ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വച്ചിട്ട് വിശാലതകളും വാതിലുകളും മണ്ഡലങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാല് വേറെ ഒരു ലെവലിലേക്ക് നമ്മൾ കടക്കും. ദാറ്റ് ഈസ് ദ സെയിം തിങ് ഹാപ്പനിങ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഒരു സിമ്പിൾ ഇവാലുവേഷനാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചൊരു കാര്യം തന്നെ ഈ വാക്യത്തിൽ പറയുന്നത്. വിലപിക്കുന്ന പ്രവാചകൻ ചോദിക്കുക, അല്ല ആ പ്രവാചകന്മാരെ നിങ്ങളോട് സത്യം, നിങ്ങളുടെ പാപം പറഞ്ഞായിരുന്നെങ്കിൽ പ്രവാസം പോയനല്ലോ. പക്ഷെ അവര് പറഞ്ഞില്ല. അപ്ലൈ ദ പ്രിൻസിപ്പിൾ ഹിയർ. എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ജീവിച്ച വഴിയൊക്കെ നമുക്കറിയത്തില്ലേ? അന്യോന്യം നമുക്കറിയത്തില്ലായിരിക്കും, ആഴ്ചയിൽ ഒന്നേ കണ്ടുള്ളായിരിക്കും. പക്ഷെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എല്ലാ ദിവസവും ഏതൊക്കെ വഴിയെ പോയി എന്നൊക്കെ ആർക്കറിയാം? നമുക്കും അറിയാം. അപ്പോൾ അങ്ങനെ പല വഴിക്ക് ദൈവത്തിന് നിരക്കാത്ത വഴിക്കൊക്കെ പോയി വന്ന ആളോട് ഞായറാഴ്ച രാവിലെ വിടുതലിന്റെ ചില വാതിലുകൾ കാണുമെന്ന് പറയുമ്പോഴേ മനസ്സിലായിക്കോണം, കളിപ്പീരല്ലേ. ഞാൻ എന്നെ തന്നെയാണോ സത്യത്തിൽ കളിപ്പിക്കുന്നത്? ഐ തിങ്ക് കഴിഞ്ഞ സാർ ഇവിടെ പറഞ്ഞു, ഏതോ ഒരു സഭയില് ഒരാളെ ഒരു വിഷയത്തിൽ പിടിച്ചു, പാപസംബന്ധമായ ഒരു വിഷയത്തിൽ പിടിച്ച ഉടനെ ആ പുള്ളിക്കാരൻ അംഗീകരിക്കുമല്ലോ. പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വന്ന പ്രവാചകൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രവാചകൻ പറഞ്ഞത് സഹോദരനെയാണ് സഭയുടെ വളർച്ചയ്ക്ക് കണ്ടേക്കുന്നതെന്ന്. അതെന്താ? നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ കാര്യമില്ല. നമുക്കിതിൽ കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. സോ വി ആർ ഡിസീവ്ഡ് ഇൻ ഇറ്റ്. ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷയിൽ നിങ്ങളെ ആരെയും തലോടാൻ ആർക്കും ഇവിടെ താല്പര്യമില്ല. We have no intention to make you comfortable. പക്ഷേ ആഴ്ചയുടെ ദിനങ്ങളിൽ ദൈവ വഴി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആശ്വസ്തത തോന്നണം. കാരണം ഇവിടെ വന്നിരിക്കുന്ന പരിശുദ്ധനായ ഒരു ദൈവത്തിന്റെ സന്നിധിയാണ്. നമ്മുടെ വഴികൾ കണ്ട ഒരു ദൈവത്തിന്റെ സന്നിധിയാണ്. മാനസാന്തരം കൂടാതെ ആ പരിശുദ്ധന്റെ അടുക്കാൻ കഴിയത്തില്ലെന്നുള്ള ബോധ്യമുണ്ടാവണം. കരച്ചിൽ വരണം. I cannot approach an holy God in the way that I walked. മക്കൾ കേൾക്കുന്നുണ്ടോ? കള്ളം പറഞ്ഞതും അത് ചെയ്തത്, God knows all of it. You have to come back. That is a message. True word ministry യഥാർത്ഥത്തിൽ അപ്പം പ്രവചനവും വചനശുശ്രൂഷ എന്തായിരിക്കണം? പാപത്തെ വിളിച്ച് കാണിക്കുന്നതാകണം. എന്നെ ഞാൻ ചെയ്ത തെറ്റിൽ സുഖമായി ഇരുത്തുവാണെങ്കിൽ മനസ്സിലാക്കിക്കോണം അത് കള്ളത്തരം ഉണ്ടെന്ന്. നോക്കണം, ആ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കണം. 2:9 വാക്യം നോക്കിക്കേ. അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു, അവളുടെ അവസാന ഭാഗം വായിച്ചാൽ മതി. 2:9 അവസാന ഭാഗം.
ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയെങ്കിൽ നിന്നും ദർശനം ഉണ്ടാകുന്നതുമില്ല. എന്തോ അവളുടെ പ്രവാചകന്മാർക്ക് അല്ല, ഇതുവരെ ദർശനം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തോ ഇല്ല, ഇപ്പൊ ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞല്ലോ, റേഞ്ച് കിട്ടുന്നില്ല. എന്താ കാരണം? പറഞ്ഞതിന് വിപരീതമായി പ്രവാസത്തിൽ പോയി. അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടോ? വരുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. വലിയ വലിയ ദൂത് പറഞ്ഞ് വർഷാവസാനം ഗംഭീരമാകുമെന്ന്. കൊറോണ അടിച്ചപ്പം പ്രവാചകന്മാരെ കണ്ടില്ല. പലരും പറഞ്ഞു ശിഷ്യത്വത്തിലേക്ക് നമുക്ക് തിരിയണമെന്ന്. കൊറോണ പോയി, ഇപ്പോൾ വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. എന്തുവാ? ഇന്നടത്തടിച്ച കൊടുങ്കാറ്റ് കാണ്, ഇന്നടത്തടിച്ച കണ്ട ഉണർവ് കാണ്, ഇന്നടത്തെ വിടുതൽ കാണുന്ന് പറഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. വഞ്ചിക്കപ്പെട്ടു പോകരുതേ. കളിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടി നമ്മുടെ നടുവിലും കള്ളത്തരങ്ങൾ കടന്നുകൂടിയത് മറക്കരുത്. They were cheated by the people they trusted. അവര് വിശ്വസിച്ച് പോയവർ അവരെ കളിപ്പിച്ചു. ഞാൻ ഇതിനൊരു ആപ്ലിക്കേഷൻ പറയാം. അന്ന് സംഭവിച്ച കാര്യം യെരമ്യാവിന്റെ ദൂത് കേൾക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയാ. വേണ്ട, വേറെ ഞങ്ങളുടെ കയ്യിൽ പ്രവാചകന്മാരുണ്ട്. ഏതാ? ഞങ്ങളുടെ കയ്യിൽ പ്രവാചകന്മാർ വേറെ ഉണ്ട്, അവർ പ്രവചിക്കുന്ന പോലെ മതി. I was just applying it here. You know what? Sometimes we think the local church pastor's message is not enough. ചില സൺഡേ നമുക്ക് വന്നു കഴിഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ഇന്ന് എനിക്കൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു, നമുക്ക് വേറെ കുറച്ചുകൂടെ അതിനോട് ചേരാത്തതാണ് പലതും എന്നുള്ളതാണ് ഇതിന്റെ അബദ്ധം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ അറിയോ? ഡു നോട്ട് ട്രാവൽ ബിയോണ്ട് ദ തിയോളജി ആൻഡ് മിനിസ്ട്രി ഓഫ് ദ ലോക്കൽ ചർച്ച് ദാറ്റ് യു ആർ പാർട്ട് ഓഫ്. നിങ്ങളെല്ലാം ദൈവമല്ലേ ഇവിടെ കൊണ്ടുവന്നേ. ഈ സഭയ്ക്ക് ഒരു വേദശാസ്ത്രമുണ്ട്, സഭ വിശ്വസിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. അതിനോട് ചേരാത്തടത്ത് പോയി കൈകൊട്ടി ആ ദൂതിന് ആമേൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇന്നിപ്പം പലതും വീഡിയോ ഷെയർ ആയി വരുമ്പോൾ ടൈപ്പ് ആമേൻ, ബ്ലെസ്സിങ്സ് ആർ ഫോളോയിങ്. ഒരു ആമേൻ പോയാൽ, ഒരു ആമേൻ കിട്ടിയാൽ അനുഗ്രഹത്തിന്റെ കലവറ. ആ നിലയിൽ അങ്ങ് ഒരു ആമേൻ കൊടുക്കുക. Don't be fooled. ഈ ജനത്തിന് ഒരു ദുരന്തം വന്നപ്പോഴാണ് മനസ്സിലായേ. അവർക്ക് മനസ്സിലായ എന്തുവാ? നാലാം അധ്യായത്തിലുണ്ട്. നമ്മളൊന്ന് നോക്കി 4:14 വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച 4:14. അവർ കുരുടന്മാരായി വീതികളിൽ ഉഴന്ന്. 13 ആരംഭം കൂടെ ചേർത്ത് വായിക്കാമോ? അതിന്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും. പ്രവാചകന്മാരും പുരോഹിതന്മാരെ പറ്റിയാണ് 13 പറയുന്നത്. ഇനി 14 ആരംഭം. അവർ കുരുടന്മാരായി വീതികളിൽ ഉഴന്ന് രക്തം പുരണ്ട് നടക്കുന്നു. അയ്യോ, ഇപ്പൊ ഇവര് പറയാ ഞങ്ങളുടെ പ്രവാചകന്മാരാരാ? വായിച്ച് വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ അവിടെ വാക്യത്തിലുണ്ടോ? അവർ കുരുടന്മാരായി. അവരെന്ന് പറഞ്ഞ ആരാ? പ്രവാചകന്മാരും പുരോഹിതന്മാരാരായി? ഇപ്പൊ ഇവർക്ക് മനസ്സിലായോ ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച വരെ പ്രവചനം പറഞ്ഞ ആൾ എന്തുവായിരുന്നു? നിങ്ങൾ യോജിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി. നോ ബ്രദർ, നോ. The prophecy was accurate. ഞങ്ങളോട് പറഞ്ഞ പ്രവചനം കൃത്യമായിരുന്നു. അമ്മാമ്മയ്ക്ക് 2 വിഷയം, 2 വിഷയത്തിൽ 2 വഴി, 2 വഴിക്ക് ഒന്നാമത്തേത് പോവും, രണ്ടാമത്തെ നടക്കും. അയ്യോ, അതേപോലെ നടന്നു. എക്സാക്ട്. ചിലർക്ക് വേറെ ചില വെളിപ്പാട്. എങ്ങനെയാണെന്നറിയോ? അവർക്ക് വീടും അന്തരീക്ഷമാണ് കിട്ടുന്നത്. വീടിന്റെ മുമ്പിൽ 2 തെങ്ങ്, 2 തെങ്ങിൽ 2 തേങ്ങ. കയറുമ്പോൾ ഒരു മെയിൻ റൂം, പിന്നെ ഒരു ബെഡ്റൂം, പിന്നെ ഒരു കിച്ചൺ. അത് എല്ലായിടത്തും ഉണ്ടെന്നാ ഞാൻ ചിന്തിച്ച്. ഇങ്ങനെ അങ്ങ് വെളിപ്പാട് കിട്ടുക. കൃത്യമായിരുന്നോ? ഇറ്റ് വാസ് എക്സാക്ട്. എന്തുവാ ക്വസ്റ്റ്യൻ അറിയോ? പ്രവചനം ശരിയായി കാണും, പക്ഷെ കഴിഞ്ഞ ആഴ്ച കള്ളത്തരം കാണിച്ചത് പ്രവാചകനെ വെളിപ്പെട്ടോ? ഞാനും ഭാര്യയും തമ്മിത്തല്ല, പക്ഷെ ദൂത് ഭയങ്കരമായിരുന്നു. ഫോർ വാട്ട്? ജോലിയിൽ കളിപ്പിച്ച് കുറെ സമ്പത്ത് നേടിയിട്ടാ പ്രവാചകന്റെ അടുത്ത് തന്നെ. പ്രവാചകൻ പറഞ്ഞു ഇനിയും വരുമെന്ന്. കളിപ്പീരല്ലേ, കുരുടനാന്ന്. അവർക്ക് ദുരന്തം വന്നപ്പോഴാ തിരിച്ചറിഞ്ഞ്. ഇത് അതിനു മുന്നേ പറയുക, വഞ്ചിക്കപ്പെട്ടു പോകരുത്, കള്ളപ്രവാചകന്മാരുടെ പുറകെ പോകരുത്. Your prophets were blind. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ചിന്തിക്കരുത് പ്രവചനത്തിനെതിരാണ്. നല്ല പ്രവചന ശുശ്രൂഷ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ.
എൻ്റെ കുഞ്ഞിലെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. എന്നെക്കാളും പ്രായത്തിൽ മൂത്തവരുണ്ട്. നിങ്ങൾക്കിത് പല കാര്യങ്ങൾ ഇതിനോട് അറ്റസ്റ്റ് ചെയ്യാൻ കാണും. നിങ്ങൾ എന്നോട് അഗ്രി ചെയ്യുമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ മക്കൾ കേൾക്കണം. 1-2 പേരേ ഉള്ളു കേട്ടോ. ഇനിയിപ്പോൾ അവരെവിടാന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് പറയത്തില്ല. ഞാൻ കണ്ട ചില പ്രവാചകന്മാരുണ്ട്. വൈകിട്ട് പ്രവാചകനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ യോഗം എങ്ങനെങ്കിലും സ്കിപ്പ് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു. പ്രവാചകൻ പറയും, മോനെ എഴുന്നേക്കടാ, നിന്റെ വഴിയും എന്തുവാ എല്ലാ രീതിയും കൊണ്ട് പറയും, തോലി ഉരിഞ്ഞു പോകുന്നൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ പ്രവാചകന്മാര്. ഇന്ന് പ്രവാചക ഉപവാസ പ്രാർത്ഥന കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മേളിൽ കൂടെ ആളെ ഇരുത്തേണ്ട പോലത്തെ ആള് കൂടും. കാരണം എന്താ, കേൾക്കുമ്പോ ഒരു എന്തോ ഇങ്ങനെ നമുക്കങ്ങ് സുഖം, എന്തോ അങ്ങ് കൈയടിക്കണോ ചാടണോ എന്തോ ചെയ്യണോന്നറിയാത്ത മതി മറക്കും. കാരണം അവര് പാപത്തെ തൊട്ടില്ലല്ലോ, തലോടി വിട്ടല്ലോ. നിന്റെ വഴികൾ അറിയുന്നതേയും നിനക്ക് വേണ്ടി വീണ്ടും. കുരുടരായിരുന്നു അവരുടെ പ്രവാചകന്മാർ, ഇപ്പോൾ അവർക്ക് ദർശനമില്ലാതെ പോയി. തീർന്നില്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അടുത്ത വാക്യം കൂടെ നോക്കിക്കേ, 15-ാം വാക്യം. മാറുവിൻ അശുദ്ധൻ, മാറുവിൻ തുടരരുത്. മാറുവിൻ അശുദ്ധൻ, മാറുവിൻ തുടരുത് എന്നവരോട് വിളിച്ചു പറഞ്ഞു. എന്തുവാ വിളിച്ച? അശുദ്ധനോ? പ്രവാചകനെയും പുരോഹിതനെയും വിളിക്കുക. എന്തോ വിളിക്കുന്നത്? ഇതെന്തോ സംദർഭം എന്നറിയോ? പഴയ നിയമത്തിന്റെ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കണം. ലേവ്യ പുസ്തകത്തിൽ എടുക്കണ്ട. ലേവ്യ പുസ്തകത്തിൽ കുഷ്ഠം പിടിച്ച ആള് പാളയത്തിന്റെ പുറത്ത് പാർക്കണം. അശുദ്ധനാണ്, പാളയത്തിൽ നിന്ന് മാറി നിൽക്കണം. ഇൻ കേസ് അശുദ്ധനായ ആള് പാളയത്തിൽ കടന്നാൽ എന്തോ ചെയ്യും? വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടും ഒരാള്, അശുദ്ധൻ വരുന്നുണ്ട്, മാറിക്കോ, തുടരുത്, തൊട്ടാ നിങ്ങളും. ഇപ്പം പ്രവാചകനെ എന്തോ വിളിക്കുന്നത്? ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രവാചകൻ വരുന്നു, പ്രവാചകന്റെ വാതിൽ തുറക്കാൻ ആള്, പ്രവാചകന്റെ ബാഗ് പിടിക്കാൻ ആള്, കൂടെ 3-4 പേര്, ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോഴോ, വിട്ടുപൊക്കോ, അടുപ്പിക്കരുതേ. അല്ല, പാസ്റ്റർ വന്ന ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും താമസിക്കുന്നു. ഇപ്പോഴോ പാസ്റ്റർ വരും എന്ന് പറഞ്ഞ് നമ്മളെ ദേഷ്യം വിട്ടു പോവാ. ഉയ്യോ വേണ്ട. കുഷ്ഠമായിരുന്നു പ്രവാചകന്. ഞാനിത് പറയുമ്പോൾ ആരുടെയും പേരും ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ജനത്തിന് ഇത് തിരിച്ചറിയത്തില്ലേ? ഇന്ന് മീഡിയയിലൊക്കെ പൊങ്ങിയ പല കേസുകൾ, ശരിയോ തെറ്റോ വിട്, പക്ഷെ കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ? ശക്തമായ പ്രവചനമുണ്ടായിരുന്നു, ശക്തമായ ശുശ്രൂഷയുണ്ടായിരുന്നു, പക്ഷേ രഹസ്യത്തിൽ കൊണ്ടു നടന്ന പാപങ്ങൾ പലതായിരുന്നു. പവർഫുൾ മിനിസ്ട്രി പ്ലസ് സിൻഫുൾ ലൈഫ്. കുറെ നാള് ജനത്തെ പറ്റിച്ച് നടന്നു. ഇന്ന് പകലിൽ നമ്മൾ കേട്ടോണം, ഓടിക്കോണം, അവരുമായിട്ട് ചേരാൻ പോകരുത്. ഡോണ്ട് ഗെറ്റ് പൊല്യൂട്ടഡ് ബൈ ദോസ് പ്രൊഫറ്റ്സ്. പറഞ്ഞു വരുന്ന കാര്യം, ആലയത്തിൽ ആശ്രയം വെച്ചിരുന്ന ജനം പരാജയപ്പെട്ടു. സമ്പത്തിൽ ഞങ്ങളുടെ ഇടയിൽ കാശുകാരുണ്ട്, ദൈവം തന്ന സമ്പത്തുണ്ട്, കുപ്പയിലേക്ക് തിരിഞ്ഞു. പ്രവാചകനുണ്ട്, പുരോഹിതനുണ്ട്, വസ്ത്രമുണ്ട്, വിശുദ്ധ രത്നമുണ്ട്, വിട്ടോടി. അടുത്തത് നോക്കണം, 4:17. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് മുന്നോട്ട് പോകാം. 4:17 നോക്കിക്കേ. വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു. രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കണം, ബാബിലോൺകാർ ആക്രമിക്കാൻ വരികയാണ്. സന്ദർഭം മറക്കരുത്. വന്നപ്പോൾ ഇവരുടെ ഉള്ളിൽ നീ അടുത്തൊരു പ്രതീക്ഷയുണ്ട്. എന്തോ അറിയോ? ബാബിലോണ് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങൾ വേറെയുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇത് മിസ്രൈമ്യർ, ഈജിപ്ഷ്യൻസ് ആകാം എന്ന് പറയുന്നു. അതിനുള്ള വേദഭാഗങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവർ ചിന്തിച്ചിരുന്നത്, ബാബിലോൺ വന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം വരും, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും സഹായം വരും, ഞങ്ങൾ ഒരുമിച്ച് ബാബിലോണെ ഓടിക്കുമെന്നാ ചിന്തിച്ചേ. പക്ഷെ യുദ്ധം മുറുകി, തോൽക്കുമെന്ന് കണ്ടപ്പോൾ വ്യർത്ഥ സഹായം, മീനിങ് വി ഹോപ്പ് ദാറ്റ് ദേ വിൽ ഹെൽപ്പ്, ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ ഓർത്തു. പക്ഷെ അവരെ ആരെയും കണ്ടില്ല. അടുത്തതൊരു കാര്യം കൂടെ നോക്കണം, അതിന്റെ 20-ാം വാക്യം നോക്കിക്കേ. ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു.
അവന്റെ നിഴലിൽ നാം ജാതികളുടെ മധ്യേ ജീവിക്കുമെന്ന്. അഞ്ചാമത്തെ കാര്യം, അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രത്യാശ അഞ്ചാമതായിട്ട് വെച്ചിരുന്നത് അവിടെ രാജാവില. യഹോവയുടെ അഭിഷക്തൻ എന്നൊക്കെ പറയുന്നത് അത് ആരെ പറ്റിയാണെന്നറിയാമോ? ആ കാലഘട്ടത്തിൽ അവരെ ശത്രു ആക്രമിക്കുന്ന സമയത്ത് അവരുടെ അന്നത്തെ രാജാവ് സിദെക്കീയാവ്, ശത്രു വന്നാൽ ഞങ്ങളുടെ രാജാവ് തന്നെ മുന്നിൽ നിന്ന് പട നയിച്ച് ഞങ്ങൾക്ക് വിജയം നൽകുമെന്നൊക്കെ അവർ ചിന്തിച്ചു. അഭിഷക്തൻ. പക്ഷെ അഭിഷക്തൻ ഇപ്പൊ എവിടായി? കുഴിയിലായിപ്പോയി. അഭിഷക്തൻ കുഴിയിൽ, പ്രവാചകൻ കുപ്പയിൽ, സമ്പത്ത് അവരും വഴിയിലുണ്ട്. എല്ലാം തകർന്നപ്പോഴാണ് ജനം 18-ാം വാക്യത്തിൽ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അതൊന്നുകൂടെ വായിക്കാമോ? 18-ാം വാക്യം. ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാതെ വണ്ണം. അതിന്റെ അടുത്ത ഭാഗം, ഞങ്ങളുടെ അവസാനം അടുത്തു, ഞങ്ങളുടെ കാലം തികഞ്ഞു, ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു. ആശ വെച്ച പ്രതീക്ഷിച്ചതെല്ലാം തീർന്ന് ഇപ്പോൾ അവര് നിലവിളിക്കുകയാണ്, ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇനിയാണ് സന്ദേശത്തിലേക്ക് നമ്മൾ കയറുന്നത്. തുടങ്ങുന്നേ ഉള്ളൂ സന്ദേശം ഇനി തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ. അവസാനം വന്നിരിക്കുന്നു, ഞങ്ങളുടെ നാശം, ഞങ്ങളുടെ കാലം തികഞ്ഞു. ഇനി നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ അവസാനം, ദുരന്തം നിറഞ്ഞ ഒരു അവസാനത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, when does something come to an end? For example, ഒരു പ്രസ്ഥാനം എപ്പോഴാണ് അവസാനിക്കുന്നത്? ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ആളില്ലാതെ വരുമ്പോൾ, നമ്മളിപ്പോൾ ഈ ബയോളജിയിലൊക്കെ പഠിക്കും, ചില ആനിമൽ അല്ലെ പ്ലാന്റ് സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഇല്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, പക്ഷെ അതിന് ശേഷം അതേ സ്പീഷി ഇല്ലാത്തതുകൊണ്ട് എന്തോ പറ്റി? ഇറ്റ്സ് ഓവർ. ഇവിടെ നമ്മൾ ആ ഒരു ആശ ഇവിടേക്ക് കൊണ്ടുവന്നാൽ, ഇവിടെ ജനം പറയാം ഞങ്ങളുടെ അവസാനമാണ്, ഞങ്ങളുടെ എൻഡാണെന്ന് പറയുമ്പോൾ ഈ ജനം തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. എന്തോ അറിയോ? കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഞങ്ങളും എന്തു പറ്റും? മരിക്കും. സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന, യഹോവയുടെ നാമം ചൊല്ലി യഹൂദന്മാരാണ് ദൈവത്തിന്റെ ജനമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ജനം കുറച്ച് നാളുടെ കഴിയുമ്പോൾ എന്തോ സംഭവിക്കും? മരിക്കും. ഇവര് തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. എന്തോ അറിയോ? ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് ശേഷം ഒരു തലമുറയില്ല. There is no generation after us to serve the God that we served. ഞങ്ങൾ സേവിച്ച ദൈവത്തെ സേവിക്കാൻ തലമുറ അടുത്തതില്ല. എന്തോ പറ്റി ബാബിലോണിൽ? ബാബിലോൺകാരെ യഹൂദയിൽ വന്നപ്പോൾ അവരുടെ തലമുറകൾ 3 കൂട്ടത്തിലേക്ക് തിരിഞ്ഞു. 3 കൂട്ടം. വളരെ പെട്ടെന്ന് ഞാൻ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. Their young generation, അടുത്ത തലമുറ 3 കാറ്റഗറി. 1, 2-ാം അധ്യായത്തിന്റെ തന്നെ 21-ാം വാക്യം നോക്കിക്കേ. വീഥികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു, എന്റെ കന്യകമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു. എന്റെ കന്യകമാർ, യൗവനക്കാർ, ബാല്യക്കാർ വാളുകൊണ്ട് വീണിരിക്കുന്നു. 1-ാമത്തെ കാറ്റഗറി ശ്രദ്ധിക്കുക. ശത്രു വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ ദ ഫസ്റ്റ് കാറ്റഗറി, മരിച്ചുപോയ യൗവനക്കാർ. വലിയ പ്രതീക്ഷയായിരുന്നു മാതാവിനും പിതാവിനും. എന്റെ മോൾ ചത്ത് കിടക്കുക തെരുവിൽ വാളുകൊണ്ട്. ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി നോക്കിക്കേ, 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ, എന്റെ വ്യസനം കാണണമേ. എന്റെ കന്യകമാരും യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. 2-ാമത്തെ കാറ്റഗറി, എന്റെ യൗവനക്കാരെന്തിയേ? യെരൂശലേമിലെ യൗവനക്കാരെന്തിയേ? കുറെ പേര് ചത്തൊടുങ്ങി. ബാക്കിയുള്ളവരെല്ലാം ശത്രു പിടിച്ച് എവിടെ കൊണ്ടുപോയി? പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. 3-ാമതൊരു കാറ്റഗറി നോക്കണമേ, 2-ന്റെ തന്നെ 11 അവസാന ഭാഗം. 2:11 വായിച്ചോ. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. വായിച്ചോ. അവർ നിഹതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിൽ വച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു. കേൾക്കണം, കുറച്ചുപേര് തെരുവിലുണ്ട്, ചത്ത്
ചത്തിട്ടില്ല, ചെറിയ ജീവനുണ്ട്, മരിച്ചില്ല, പക്ഷെ പ്രാണന് വേണ്ടി പിടയ. മരിക്കുന്നതിന് മുന്നേ പറയാം, അമ്മ ഇച്ചിരി അപ്പം, ഇച്ചിരി വെള്ളം, ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്ന് കെഞ്ചുന്ന അടുത്തൊരു കൂട്ടം തെരുവിലുണ്ട്. 3 കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞത്. 1 മരണപ്പെട്ടു പോയവർ, 2 പ്രവാസത്തിൽ കൊണ്ടുപോയവർ, 3 ചെറിയ ജീവനുണ്ട് പക്ഷെ അതും തീരാറായി. 3 കാറ്റഗറി. ഇത് കണ്ടപ്പോൾ ജനം വിലപിച്ചു പറഞ്ഞു, എന്തുവാ? ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു, ഞങ്ങളുടെ നാളുകൾ എണ്ണിയിരിക്കുന്നു, ഞങ്ങൾക്കിനി അധികം ആയുസില്ല. ഞാൻ ആപ്ലിക്കേഷൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവസഭയോട് ഈ ദൈവവചനത്തിൽ കൂടെ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നമ്മൾ ആവേശത്തോടെ സേവിച്ച ദൈവത്തെ സേവിക്കാൻ നമുക്ക് ശേഷം തലമുറകളില്ലാതെ വന്നാൽ അത് നമ്മുടെ അവസാനമാണെന്ന് തിരിച്ചറിയുക. എന്നോടൊപ്പം നിങ്ങൾ ഇത് യോജിച്ചേ തീരൂ. ആവേശമായിരുന്നു. ഞാൻ ആവേശത്തോടെ മുറുകി പിടിച്ചതിനെ പിടിക്കാൻ നമ്മുടെ മക്കൾ കാണുമോ? മാതാപിതാക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. റിയൽ ചർച്ച്, സത്യസഭയാണെന്ന് പറഞ്ഞ് ഞാൻ വന്ന ഈ സഭയ്ക്ക് വേണ്ടി, സത്യ സുവിശേഷമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച സുവിശേഷം, സത്യദൈവമാണെന്ന് പറഞ്ഞ് ഞാൻ മുറുകെ പിടിച്ച ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമ്മുടെ മക്കളുണ്ടോ? ഉണ്ടോ? നമ്മുടെ മക്കളില്ലെങ്കിൽ ദാറ്റ് ഈസ് our end. അത് നമ്മുടെ അവസാനമാണ്. ഇന്ത്യ മക്കള്, ഇന്ത്യ നമ്മുടെ മക്കൾ. സ്കൂളുള്ളപ്പോൾ അവർ തന്നെ എഴുന്നേറ്റ് പോകും. ഞായറാഴ്ച പക്ഷെ എഴുന്നേക്കത്തില്ല. കാരണം എന്നാ? നമ്മൾ എഴുന്നേൽപ്പിക്കണം. സ്കൂളുണ്ടെങ്കിൽ 4:30 എഴുന്നേറ്റ് പോകും, ട്യൂഷൻ ഉണ്ടല്ലോ. പക്ഷെ സഭയുണ്ടെങ്കിൽ വരത്തില്ല. 10 വട്ടം വിളിക്കുമ്പം കുറച്ചു നേരം ഉറങ്ങിയിട്ട് വരാമെന്ന് പറയുന്ന യൗവനക്കാരല്ലേ ഇന്ന് നമുക്കുള്ളേ. That is our failure. That is our failure. If they are not excited, they are not excited. നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഒരുങ്ങി. പക്ഷെ if our children are not excited, that is our end. That is our end. That is our failure. അത് നമ്മുടെ തോൽവിയാണ്, നമ്മുടെ പരാജയമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മൾ അധികം നാള് എന്നേക്കും ഒന്നും ഇവിടെ നിൽക്കുമ്പോൾ വന്നവരല്ല. We will die and we will go. But when I go, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ തലമുറ ഞാൻ കാണിച്ച അതേ ആവേശത്തോടെ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുവോ? Let the church in this place, let the churches, ഇത് പിന്നീട് കാണുന്നവർ കാണും, സഭകൾ ഇത് പഠിക്കണം. When the children are ignored, ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ നമ്മൾ അവഗണിച്ചു. അവർക്ക് ഈ യോഗങ്ങൾ ബോറടിയാ. അവർ കളിച്ചോണ്ടൊക്കെ ഇരിക്കുക. They are bored. They find this meaningless. Understand, this is our end. നമ്മളൊരു ദുരന്തത്തിലേക്കാ പോകുന്നെന്ന് തിരിച്ചറി. സഭ ഇല്ലാതാവുന്നാണോ? നോ. കർത്താവിന്റെ സഭ നിൽക്കും, പക്ഷെ ലോക്കൽ ഏരിയയിലുള്ള സഭയെ അത് ബാധിക്കും. ഞാൻ അന്ന് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ എവിടുന്നോ കേട്ട കാര്യമാണ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ചേ, യെരുശലേമിലെ തകർച്ച നിങ്ങൾ കണ്ടല്ലേ? ആള് തിങ്ങിപ്പാർത്ത പട്ടണത്തിൽ ഇപ്പൊ ആളില്ല. 10 വർഷം, 20 വർഷം, 30 വർഷം കഴിയുമ്പോൾ ഇവിടെ എന്തോ സംഭവിക്കും? നമ്മൾ കുറെ പേരങ്ങ് പോവും, പ്രായമുള്ളവര്. പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. നമ്മളെല്ലാവരും പോകേണ്ടവരാണ്, ഞാനും പോവും. ചിലപ്പോൾ ആരാദ്യം പോകുന്നതെന്ന് മാത്രം കർത്താവ് തീരുമാനിക്കും. ഒന്നും പേടിക്കല്ലേ, അതല്ല ഇന്നത്തെ വിഷയം. മരണം നമുക്ക് പിന്നെ എടുക്കാം. ആള് പോയി കഴിയുമ്പം 10 വർഷം മുന്നോട്ട് ചെല്ലുമ്പോൾ 20 വർഷം കഴിയുമ്പം ഈ മരങ്ങളെല്ലാം ഇവിടെ വലിയ കാടാവും. കാരണം വെട്ടിത്തെളിക്കാൻ ആളില്ല. വീണിരിക്കുന്ന കരിയിലെല്ലാം കൂമ്പാരം പോലായി. പെയിന്റ് എല്ലാം മങ്ങി, പൊന്നു മങ്ങി എന്ന് പറഞ്ഞ പോലെ പെയിന്റ് എല്ലാം മങ്ങി. എഴുതിയിരിക്കുന്ന NLAG ഒക്കെ തൂങ്ങി താഴോട്ട് വന്നു. ഇന്നും മനോഹരമായിട്ട് തൂത്തു തുടച്ച് പാർക്കിംഗ് ഇവിടെ അവിടെ ലൈറ്റ്, കൊട, ക്യാമറ എല്ലാം ഉണ്ട്. പക്ഷേ if our people are not there, if our children are not with us, if they are not interested, അങ്ങനെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് ഇത് മാറും. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയവർ ഇവിടെ കാണും. പലരും എന്നോട് പറഞ്ഞുള്ള അറിവ് ഞാൻ പറയാം. പലയിടത്തും പോകുമ്പോൾ പറയും, കൊണ്ടുപോകുന്ന ടൂർ ഗൈഡ് പോകുന്നത്, ദിസ് ഈസ് എ പ്ലേസ് വേർ ദ മിഷണറി ഇന്ന ആള് പ്രസംഗിച്ച ഇന്ന റിവൈവൽ നടന്ന സ്ഥലം, ദിസ് ഇസ് എ പ്ലേസ് വേർ ദിസ് റിവൈവൽ ഹാപ്പൻ. പക്ഷെ ഇപ്പോഴോ
ഇപ്പൊ ആലയമെല്ലാം വിറ്റു, കുറെ ആലയം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ആരാധിക്കാനല്ല, മ്യൂസിയം പർപ്പസിന് വേണ്ടി, ആൾക്കാർക്ക് വന്ന് കാണാൻ വേണ്ടി. അങ്ങനെയായി. നമ്മളെപ്പറ്റി അങ്ങനെ പറയാതിരിക്കട്ടെ, നമ്മളെപ്പറ്റി നമുക്ക് ആ അവസ്ഥ വരാതിരിക്കട്ടെ. ആത്മമാരി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ല, പണ്ട് ഇവിടെ സഭ ഉണ്ടായിരുന്നു എന്നല്ല. നമ്മുടെ മക്കൾ നമുക്ക് ശേഷവും നിൽക്കേണ്ടതിന് അവരുടെ ഉള്ളിൽ ആ ഭാരം വരണം. മാതാപിതാക്കളെ, നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ, വളരെ താഴ്മയോടെ ഞാൻ പറയാ, ലെറ്റ് us not boast. നമ്മൾ അഭിമാനം കൊള്ളുന്നത് എന്തിലാ? എൻ്റെ മോൻ ഇന്ന രാജ്യത്താന്ന് പറയുമ്പോഴേ നമ്മൾ രണ്ടടി കളരും. ഇന്ന കമ്പനിയാന്ന് പറയുമ്പോഴത്തേനും അയ്യോ, so high job, so high income, so what? Do they attend the church on Sunday? സൺഡേ രാവിലെ സഭായോഗത്തിന് പോകുന്നുണ്ടോ? ഇല്ലേൽ എന്നാന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. Let us boast, for we have our children in ministry. നമ്മുടെ എത്ര മക്കൾ ശുശ്രൂഷയിലുണ്ട്? അല്ലല്ല, ഫുൾ ടൈം ശുശ്രൂഷ വേണ്ടെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഫുൾ ടൈം ശുശ്രൂഷ അവിടെ മാറ്റി വെക്ക്, ഫുൾ ടൈം ശുശ്രൂഷ അവിടെ നിൽക്കട്ടെ. നമ്മളെ പല മക്കളും ഞായറാഴ്ച സഭായോഗത്തിൽ വരുന്നില്ലല്ലോ. ഞായറാഴ്ച സഭായോഗം മിസ് ചെയ്തിട്ട് എന്തോ പ്രധാനമന്ത്രിയെ കാണാൻ പോകണമായിരുന്നോ? We don't feel guilty at all. നമുക്ക് കുറ്റബോധം പോലും തോന്നുന്നില്ലല്ലോ, നമുക്ക് വിഷമം തോന്നുന്നില്ലല്ലോ. Churches, not our church, but church in general. For what are we boasting? വിദേശത്തുള്ള അംഗങ്ങളുടെ സംഖ്യയിലാണോ അഹങ്കരിക്കുന്നത്? The church must boast, for we have missionaries in the field. ഇവിടുന്ന് ശുശ്രൂഷകന്മാർ എഴുന്നേറ്റിട്ടുണ്ടെന്നുള്ളതിൽ അഭിമാനം കൊള്ളണം. യെസ്, നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് കേൾക്കാം. ചർച്ചിനെ അഭിമാനിക്കാൻ കർത്താവ് ഇവിടുന്ന് ആൾക്കാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നവരെ ലോക രാജ്യങ്ങളിൽ കർത്താവ് അയച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു പാസ്റ്റർ ജോ പോരാ, നമുക്കൊരു ബെൻസി പോരാ. We need more people, we need more youngsters who will stand up for the gospel that we preached. നമ്മൾ ആവേശം കാണിച്ച സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ മക്കൾ നിൽക്കണം. ഞാനിത് വേദനയോടെ പറയുന്നേ. അഹങ്കാരമാണെന്നോ ധിക്കാരമാണെന്നോ നിങ്ങൾ ചിന്തിച്ച് കളയല്ലേ. പലയിടത്തും ഞാൻ എൻ്റെ ചുരുങ്ങിയ എക്സ്പീരിയൻസിൽ പറയാം. ഞാനിവിടെ കോവിഡിന് ശേഷമൊക്കെയാണ് നാട്ടിൽ ശുശ്രൂഷിച്ച് തുടങ്ങുന്നത്. ഞാൻ പല യൗവനക്കാരുടെ കൂട്ടായ്മകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അടുത്തിടയ്ക്ക് പല ക്യാമ്പുകളിൽ ഞാൻ സംസാരിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കണ്ടുവരുന്ന കാര്യം ഞാൻ പറയട്ടെ, ആവേശം നഷ്ടപ്പെട്ടു പോയി. ഇൻട്രസ്റ്റ് ഇല്ലാത്ത തലമുറകളായിരുന്നു കൂടുതലും. ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് അറ്റൻഡ് ചെയ്യിപ്പിക്കുക, രക്ഷപ്പെട്ടോട്ടെന്നൊക്കെ ചിന്തിച്ച് അത് പോരാ. വി ആർ ലൂസിങ് അവർ യങ്സ്റ്റേഴ്സ്. ഞാനിത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത പറയാം. അന്ന് ഇസ്രായേലിൽ പറ്റിയില്ലേ, അതേ കാര്യം നമ്മളുടെ ഇടയിലും സംഭവിച്ചു. എന്തുവാണെന്നറിയാമോ? 3 കാറ്റഗറി ഞാൻ പറഞ്ഞില്ലേ. ഒന്നാമത്തെ കാറ്റഗറി, അവിടുത്തെ യൗവനക്കാർ മരിച്ചുപോയി. നമുക്കും പറ്റിയ എന്താ അറിയോ? Several of our youngsters are dead in sin. അവർ യോഗത്തിൽ വരുന്നുണ്ട്, പക്ഷേ അവർക്ക് ജീവനില്ല. For they have not believed in the gospel. സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ടില്ല, അവരിൽ ജീവൻ ഉണ്ടായിട്ടില്ല. സർവീസുകൾ ബോറിംഗ് ആയിട്ടും മടുപ്പായിട്ടൊക്കെ തോന്നുക. They have not yet repented. They have not yet trusted in the gospel. നമുക്കത് വേദന തോന്നുന്നുണ്ടോ? എൻ്റെ മോൻ, എൻ്റെ മോൾ, അവർ കർത്താവിനെ അറിയാത്തത് കൊണ്ട് എനിക്ക് വേദന ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവണം. Only the gospel can bring life to these people. ഈ പിള്ളാരെ ജീവിപ്പിക്കാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇരിക്കുന്ന മക്കളെ, കുഞ്ഞു മക്കൾ, യൗവനക്കാരെന്നെ കേൾക്കുന്നവര്, വിത്ത് ഓൾ ദ ലവ്, എല്ലാ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, വലിയ അച്ചാച്ചന്മാർ വർഷങ്ങൾക്ക് പുറകെ നടന്ന കാര്യം ഞാൻ പറയുന്നേ. അവർ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ബിലീവ് ഇൻ ദ ഗോസ്പൽ.
ഇവിടെ ആവർത്തിച്ച് മുഴങ്ങുന്ന സുവിശേഷത്തിന്റെ സന്ദേശത്താൽ ഹൃദയങ്ങളിൽ മാറ്റം കൊണ്ടുവരണം. ഈ പട്ടണം നശിച്ചതിന്റെ കാരണം പാപമാ. ദൈവത്തെ വിട്ടുപോകുന്നത് നാശത്തിലേക്കാണ്. സുവിശേഷം മാത്രമാണ് ഏക വഴി എന്ന് തിരിച്ചറിയുക. ദ സെക്കൻഡ് കാറ്റഗറി, ഒന്ന് മരിച്ചുപോയ യൗവനക്കാർ, രണ്ട് ക്യാപ്റ്റീവ്സ് ആണ്. അവരെ പിടിച്ചോണ്ടുപോയി പ്രവാസത്തിൽ. ഞാൻ അതിന് അപ്ലൈ ചെയ്ത് എന്തുവാണെന്നറിയോ? ദീസ് പീപ്പിൾ ആർ സോ ഹെൽത്തി. എൻ്റെ ഒരു ചിന്ത പറയാ, അവർക്ക് ആരോഗ്യമുണ്ട്, ബലമുണ്ട്, അതുകൊണ്ട് അവരെ ശത്രു കൊണ്ടുപോയത്. ദൈവസഭയ്ക്കും അത് പറ്റി. ആരോഗ്യമുള്ള, കഴിവുള്ള, കണ്ടാൽ നല്ല ആത്മീയനാണെന്ന് തോന്നിക്കുന്ന പലരും ഇന്ന് ആത്മീയ കൂട്ടായ്മകൾക്ക് മുഖം തിരിച്ചു നിൽക്കുക. യെരുശലേം സഭയിലെ യൗവനക്കാരെ, നിങ്ങളിപ്പോ എവിടാ? ഞങ്ങളിപ്പോ ബാബിലോണിൽ ഒരു പ്രത്യേക അസൈൻമെന്റിനോടുള്ള ബന്ധത്തിൽ വന്നേക്കുക. യു ആർ ടേക്കൺ ക്യാപ്റ്റീവ്. ലോകം പിടിച്ചോണ്ടുപോയി. കഴിവുള്ള, ആരോഗ്യമുള്ള, തൻ്റെ ഇടമുള്ള നമ്മുടെ യൗവനക്കാരെ പാപം പിടിച്ചോണ്ട്, ലോകം പിടിച്ചോണ്ട്, പണം പിടിച്ചോണ്ട് പോയി, കരിയർ പിടിച്ചോണ്ട് പോയി വേറെ കുറെ പേരെ. അടുത്തവും ജോലിയൊക്കെ സെറ്റാകുന്നതിന് മുമ്പ് സ്ഥിരം യോഗത്തിൽ കയറുമായിരുന്നു, ഇപ്പൊ ഇല്ല. എന്നാ? പണ്ട് സ്ഥിരം വരുമായിരുന്നു, പൈസ കൂടി. ഇപ്പൊ ടൈത്ത് സ്ഥിരം വരുന്നുണ്ട്, ആള് വരുന്നില്ല. എവിടെ പോയി? പിടിച്ചു, ചങ്ങലയിട്ട് ബന്ധിച്ചു. പണം, ലോകം, പാപം പിടിച്ചോണ്ട് പോയി. ഇനിയെങ്കിലും മറിയാതിരിക്കരുത്. വീണ്ടും ടു ദ ചിൽഡ്രൻ, ടു ദ യങ്സ്റ്റേഴ്സ്, ലിസൺ ദിസ് കെയർഫുള്ളി. രഹസ്യത്തിൽ, ആരും അറിയാതെ, അമ്മ അറിഞ്ഞില്ല, അപ്പൻ അറിഞ്ഞില്ല, പാപത്തെ താലോലിച്ച് കൊണ്ട നടന്ന് ആരും അറിഞ്ഞില്ല, ആരും അറിയത്തില്ലെന്നൊക്കെ അഹങ്കാരത്തോടെ ജീവിക്കുന്നെങ്കിൽ പരസ്യ കോലമാകുന്നതിന് മുന്നേ മാനസാന്തരപ്പെടാൻ ഇന്ന് പ്രഭാതത്തിലും നിങ്ങളെ കർത്താവ് വിളിക്കുക. ഡോണ്ട് ബി ക്യാപ്റ്റീവ്. സുവിശേഷത്തിന് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ കഴിയും. ആൻഡ് ദ തേർഡ് ഗ്രൂപ്പ്, മൂന്നാമത്തെ ആൾക്കാര് തെരുവിൽ തന്നെ, മരിച്ചിട്ടില്ല, അമ്മയുടെ കൂടെ ഉണ്ട്. പക്ഷെ അവര് പറയുന്നത് എന്താണെന്നറിയോ? ഇച്ചിരി അപ്പം, ഇച്ചിരി വെള്ളം, ജീവൻ പോകുന്നതിന് മുന്നേ ജീവൻ നിലനിർത്താൻ ദേ ആർ സ്ട്രഗ്ലിംഗ് ഫോർ ഫുഡ്. എന്തുവാന്നറിയോ ഇത് പറയണേ? ആ കാറ്റഗറി ഇന്ന് ഇരിപ്പുണ്ട്. അവരും പോകും. 12th കഴിയുമ്പോൾ അവർ പോകും, അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ അവരും പോകും. വിദേശ രാജ്യങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അവരും പോകും. ആൻഡ് ദാറ്റ് വിൽ ബി എൻഡ്. ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ചോദിക്കും, കഴിഞ്ഞ ആഴ്ച എന്തോ പ്രസംഗിച്ച്, അല്ല ഇത്രയും നേരം ഞാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ എന്തോ പറഞ്ഞ്. They don't know. They don't understand. They are struggling to make sense of Christian faith. ക്രിസ്തീയ വിശ്വാസം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ഒരു കൂട്ടം. Let us not be unaware. നമ്മൾ അറിയാതിരിക്കരുത്. This is the sad state of our youngsters. നമ്മുടെ യൗവനക്കാരുടെ തകർന്ന അനുഭവം നമ്മൾ കാണണം. പാപത്തിൽ മരിച്ച, ശത്രു ബന്ധിച്ചോണ്ട് പോയ, അപ്പത്തിന് ഇരക്കുന്ന ഒരു കൂട്ടമുള്ളപ്പോ നമ്മൾ ഇന്ന് എന്തുവാ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ ചെയ്യുന്നത് യഹൂദൻ ചെയ്ത അതേ കാര്യ. എന്തുവാ? We are so hopeful. നമുക്ക് ഭയങ്കര പ്രതീക്ഷയാ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളാരും എന്നോട് യോജിക്കത്തില്ലായിരിക്കും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയുന്നു, എന്നാൽ എൻ്റെ മോൻ നല്ലതാ, എന്നാൽ എൻ്റെ മോള് നല്ലതാ, എന്നാൽ എൻ്റെ മോൻ അവനങ്ങനെ പോത്തില്ല, എന്നാൽ എൻ്റെ മോൻ അങ്ങനെ ആരോ ഉള്ളിൽ പറയുന്നുണ്ട്. സെയിം തിങ് ഹാപ്പൻ ടു ദം. എന്തോ അവർ അഹങ്കരിച്ചെന്നറിയോ? അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, ആലയം. We are so confident that our children are with us. Why? Because എല്ലാ ഞായറാഴ്ചയും ബ്രദർ അവൻ സഭയിൽ വരും. ഒരു യോഗം അവൻ മുടക്കത്തില്ല. PYPയുടെ സെക്രട്ടറിയാണ്, YPയുടെ പ്രസിഡന്റാണ്, CAയുടെ പ്രസിഡന്റാണ്. അവനാണ് പാർട്ടി ലീഡർ, അവനാണ് പ്രസംഗിച്ചത്. നമ്മൾ അഹങ്കരിക്കുന്ന കാര്യ. എന്നാലും അവൻ പ്രസംഗിച്ചപ്പോ എന്ത് സ്വതന്ത്രം പല കാര്യങ്ങളിങ്ങനെ വരുന്നു. ഞാനൊന്ന് പറയുക, എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടില്ല, രാവിലെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട്
എൻ്റെ അമ്മയ്ക്ക് എന്തോ തോന്നും? ആൻറ്റി, സന്തോഷം തോന്നത്തില്ലയോ? അമ്മമാർക്കെല്ലാം തോന്നും. എൻ്റെ അമ്മയ്ക്ക് സന്തോഷം തോന്നും, എന്നോടൊന്നും പറയത്തില്ലെങ്കിലും. നമുക്കെല്ലാം സന്തോഷമാണ് നമ്മുടെ പിള്ളേർ അത് ഇതൊക്കെ ചെയ്യുന്ന കാണാൻ. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടോ? ഇഫ് യു ആർ ഗിഫ്റ്റഡ് ഇൻ പ്രീച്ചിങ്, ഞാൻ പലപ്പോൾ പറയുന്ന കാര്യമുണ്ട്, എൻ്റെ ഈ ടാബ് ഞാൻ ഇവിടെ വെച്ചിട്ട് മറന്നുപോയാൽ ഇതിനേക്കാളും നല്ലതായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള പിള്ളേർ കാണും. പാടാൻ കഴിവ് കിട്ടിയവർ പാടും, നമ്മൾ അതിൽ സന്തോഷിക്കും. പക്ഷേ അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവരെ ഓർത്ത് കരയേണ്ടി വരും. പിന്നീട് അത് വലിയ ദുഃഖത്തിലേക്ക് നടത്തും. Let us not be satisfied that they are in the rituals of the church. സഭയുടെ പ്രവർത്തനങ്ങളിൽ, പരിപാടികൾ അവരുള്ളത് കൊണ്ട് നമ്മൾ സംതൃപ്തി അടയരുത്. ഒന്ന് ആലയം, രണ്ട് ധനം. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇടയിലല്ല ഇങ്ങനെ, അങ്ങനെ ആരും ഇല്ലെന്നാ ചിന്തിക്കുന്നത്. ഉണ്ടെങ്കിൽ അതൊരു ദൂതായിട്ട് അങ്ങ് എടുത്താൽ മതി. എന്തുവാന്നറിയാമോ? അവൻ അടിച്ച് പൊളിക്കെട്ടടി, 5 തലമുറയ്ക്കുള്ളതല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. ചിലര് 10 തലമുറയ്ക്കുള്ളതാ. ലെറ്റ് മൈ സൺ എൻജോയ് ദാറ്റ്. അവർക്ക് ഉണ്ട്. 18 വയസ്സാകുമ്പോൾ അവനൊരു സൂപ്പർ ബൈക്ക്. ഏതാ സൂപ്പർ ബൈക്ക്? പിന്നെ അവന് കാറ്, പിന്നെ വണ്ടി, പിന്നെ മറ്റേത്. അവൻ എൻജോയ് ചെയ്യട്ടെ. മനസ്സിലാക്കണം, നമ്മുടെ പണം നമ്മുടെ യൗവനക്കാരൊക്കെ രക്ഷിക്കാൻ പറ്റത്തില്ല. Our money can't save our youngsters. സമ്പത്ത് കൂടിയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം കൂടെ ഞാൻ പറയാം. അടുത്ത തലമുറയിൽ തന്നെ അവൻ നശിച്ചു പോകാൻ സാധ്യത ഏറെയാ. That will be digging a pit for himself. അടുത്തതും അതിപ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാതെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല. ആലയത്തിൽ സംതൃപ്തി, സമ്പത്തുണ്ട്, മോൻ രക്ഷപ്പെട്ടോളും, അവന്റെ ഭാവി സെറ്റാ, അവൻ എവിടെ വേണേലും പോട്ടെ, സമ്പത്ത് എൻ്റെ ഉണ്ട്. സെറ്റല്ല, ദുരന്തമാ, ദുരന്തത്തിലേക്കാ പോകുന്നത്. 3 പ്രോഫറ്റ്. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം അതാണ്. അത് പറയാതെ പോയാൽ ശരിയാകത്തില്ല. എന്താണെന്നറിയോ? അവർക്ക് പറ്റിയ സെയിം സംഭവം. അവര് പ്രവാചകന്മാർ പറഞ്ഞു അനുഗ്രഹം, സമാധാനം, സ്വസ്ഥത. അതേപോലെ തന്നെ നമ്മളും പിള്ളേരെ 10-12 ആകുമ്പോൾ കൊണ്ടുപോകും. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊരു ദൂത് പറയണം. അവനൊരു പൈലറ്റായിട്ട് പറപ്പിക്കുന്നത് കാണുന്നുണ്ട്. രണ്ടാമതൊരു ഒപ്പീനിയൻ, സെക്കൻഡ് ഒപ്പീനിയൻ, വേറൊരു പ്രവാചകനെ കണ്ട പുള്ളി പറഞ്ഞ അവൻ എഞ്ചിനീയർ ആവുന്നതാണ്. അപ്പം ബ്രദർ, ഞങ്ങൾ വേറൊരാളെ കൂടെ കാണാനിരിക്കുക, പൈലറ്റ് വേണോ എഞ്ചിനീയർ വേണോ എന്നറിയാൻ. Who cares? അവരേത് പ്രൊഫഷൻ എടുത്താൽ എന്നാ? അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ they are lost forever. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടുണ്ട്, എൻ്റെ പ്രവാചകന്മാർ പറഞ്ഞത് എഴുതി വച്ചിരിക്കുന്നവർ. ഫസ്റ്റ് സൺ, ഒന്നാമത്തെ തലമുറ. എന്നോടാണ് എൻ്റെ സിസ്റ്ററോടൊക്കെ പറഞ്ഞത്, മെൽബൺ ആ കാണുന്ന മോളെ പറ്റി. രണ്ടാമത്തെ ആളെ പറ്റി ന്യൂസിലാൻഡ്. Who cares? ഏത് രാജ്യത്തിൽ പോയാൽ എന്നാ? മാനസാന്തരപ്പെടാത്ത എൻ്റെ മകൻ, മാനസാന്തരപ്പെടാത്ത നമ്മുടെ പിള്ളേര് ഏത് രാജ്യത്തിൽ പോയാൽ എന്നാ? First let them be born again. മാനസാന്തരപ്പെട്ട ദൈവകൃപയുള്ള നമ്മുടെ പിള്ളേര് അവര് പൈലറ്റ് ആകട്ടെ, അവർ എഞ്ചിനീയർ ആകട്ടെ, അവർ വിദേശ രാജ്യങ്ങളിൽ പോകട്ടെ, അവരവിടെ പോയി സഭകൾ സ്ഥാപിക്കട്ടെ. അങ്ങനെയുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. Let us not be fooled. Let us not be fooled. അടുത്തൊരു കാര്യം, അടുത്തതായിട്ട് യഹൂദന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത എന്താ അറിയോ? അവർ ചിന്തിച്ചത് ബാബിലോൺ ഞങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ ഈജിപ്തിൽ നിന്ന് സഹായം വരും, ഇന്ന രാജ്യക്കാർ ഞങ്ങളെ സഹായിക്കും. അത് ഞാൻ ഈ യൗവനക്കാരോടുള്ള ബന്ധത്തിൽ എവിടെ അതിനൊരു ആപ്ലിക്കേഷൻ ഞാനിങ്ങനെ ചിന്തിച്ചു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്ത ഞാൻ പറയാം. പെട്ടെന്ന് വന്നത്, ചിലർ പറയുന്നത് ഞാനിങ്ങനെ കേട്ടതാ. ചിലർ പറയും എങ്ങനെയെങ്കിലും 12ാം ക്ലാസ് വരെ അവനൊന്ന് പഠിക്കട്ടെ, പിന്നെ എൻ്റെ ഒരു ആൻറ്റി എവിടെ ഉണ്ട്, എൻ്റെ ഒരു അമ്മാച്ചൻ ഗൾഫിലുണ്ട്, അവനെ എഞ്ചിനീയറിംഗ് ഒന്ന് കഴിഞ്ഞാൽ മതി എന്നാ പറഞ്ഞു, ഒന്ന് പാസ്സായാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാന്നാ പറഞ്ഞേക്കുന്നത്. ഗൾഫ് അമേരിക്കയിലുള്ള അമ്മാവൻ, ഇവിടെ UK അങ്കിൾ അവനെ രക്ഷപ്പെടുത്തു എന്ന് ചിന്തിക്കരുത്.
നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടിട്ടേ പോകാവൂ. പണ്ട് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറയാം. പട്ടം പറപ്പിച്ചിട്ടില്ലേ? പട്ടം പറപ്പിക്കും നമുക്ക് കാണുന്ന ഒരു ഡിസ്റ്റൻസ് വരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ ഉയരം കൂടും തോറും ഒരിക്കലും ഇത് പൊട്ടിച്ചോണ്ട് ഒരൊറ്റ പോക്ക. പിന്നെ ഇവിടെ നിന്ന് വലിച്ചിട്ടൊന്നും കൈ നിൽക്കത്തില്ല. കയ്യിലുള്ളപ്പോൾ, കൂടെയുള്ളപ്പോൾ അവരെ മനസമുദ്രത്തിലേക്ക് നയിക്കാൻ നമ്മൾ പഠിക്കണം. വ്യാജ പ്രതീക്ഷകൾ, വ്യാജ സ്വപ്നങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ പൊളിയട്ടെ. കേവലം ചർച്ചിൽ വന്നതുകൊണ്ട് ലെറ്റ് us not be satisfied. ഞാൻ ഈ 4-ാം അധ്യായത്തിൽ നിന്ന് ഒരു 2 കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 2 കാരണം. ഇങ്ങനെ ഒരു ദുരന്തം, ഇങ്ങനെ ഒരു അപകടം അവരുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാനുണ്ടായ കാരണം, 2 കാരണം നോക്കണം. നമ്മളെടുത്ത അധ്യായത്തിലേക്ക് തന്നെ വരാം. 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളൊന്നുകൂടെ വായിക്കാം. കുറുനരികൾക്ക് പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടക പക്ഷിയെ പോലെ ക്രൂരയായി തീർന്നിരിക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. ആ വാക്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ 2 മൃഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജാക്കൽസ് ആൻഡ് ഓസ്ട്രിച്ച് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. കുറുനരികൾ, ഒട്ടകപ്പക്ഷി. ഇതിൻ്റെ സ്വഭാവങ്ങൾ, ഒരു മൃഗം അതായത് കുറുനരികൾ അതിൻ്റെ കുട്ടികളെ, അതിൻ്റെ അടുത്ത കുഞ്ഞുങ്ങളെ അവർ ടേക്ക് കെയർ ചെയ്യും, അവർ സംരക്ഷിക്കും, അവരെ ഫീഡ് ചെയ്യും. പക്ഷെ വേറൊരു കൂട്ടമുണ്ട്, മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷി. അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർ ഇയ്യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 14 മുതലുള്ള വാക്യം നോക്കിയാൽ മതി. ഇപ്പം അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് മുട്ടയിട്ടതിന് ശേഷം ടേക്ക് കെയർ ചെയ്യത്തില്ല, അവിടെ മണ്ണിലിട്ടിട്ട് പോകും. ആരേലും കയറി ചവിട്ടുമെന്നോ അത് വിരിഞ്ഞാൽ അതിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ചിന്തയില്ല. പ്രവാചകൻ പറയാ, യഹൂദയിലെ സ്ത്രീകൾ, യഹൂദയിലെ അമ്മമാർ മൃഗത്തെ പോലായി. എങ്ങനെ കുഞ്ഞുങ്ങൾ അപ്പം ചോദിക്കുന്നുണ്ട്, പക്ഷെ കൊടുക്കുന്നില്ല. 1-ാമത്തെ കാരണം, കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകാൻ, പിടിക്കപ്പെടാൻ ഉണ്ടായ കാരണം, they were denied food. അവർക്ക് ആഹാരം ആരും കൊടുത്തില്ല. ഇച്ചിരി അപ്പം, ഇച്ചിരി വെള്ളം എന്നൊക്കെ കുഞ്ഞുങ്ങൾ കരഞ്ഞു, കൊടുത്തില്ല. ഒട്ടകപ്പക്ഷിയുടെ സ്വഭാവം പോലെ വിട്ടുനിന്നു, മാറി നിന്നു. എന്തോ സംഭവിച്ചെന്നറിയാമോ? ഇങ്ങനെ അപ്പം കൊടുക്കാതിരുന്ന കുഞ്ഞുങ്ങൾ, നമ്മൾ വായിച്ച വാക്യമാണ്, ഞാൻ വീണ്ടും വായിക്കുന്നില്ല, അവർ തളർന്നു വീണു. ആഹാരം ഇപ്പോൾ 1 മണി വരെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ക്ഷീണമുണ്ടാകും, തളർച്ചയുണ്ടാകും. ദിവസങ്ങൾ നമ്മൾ കഴിക്കാതിരുന്നാലോ തളർന്നു വീഴും. കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ, അതിന് മുമ്പേ വീഴും. കുറെ പേര് വീണു, കുറെ പേര് മരിച്ചു. എന്തോ പഠിക്കേണ്ടതെന്നറിയോ? ഫിസിക്കൽ ബോഡിക്ക്, ഫിസിക്കൽ ഹെൽത്തിന് ഫുഡ് ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മീക ബലത്തിന് ദൈവവചനം ആവശ്യമാണ്. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ 1-ാമത്തെ കാരണം, we didn't feed them. അവർക്ക് ദൈവവചനം നമ്മൾ കൊടുത്തില്ല. നമ്മുടെ മക്കൾ ദൈവവചനം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ പാപത്തിൽ വഴുതി വീണ് പാപത്തിൽ മരിക്കും. They will die. ചില വേദഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഞാൻ പറയാം. ബാലൻ തൻ്റെ നടപ്പിനെ പറഞ്ഞ് എങ്ങനാ നിർമ്മലമാക്കുന്നത്? നിന്റെ വചനങ്ങളാൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയത്തെ, അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. കോസ് നമ്പർ 1, they were denied food. അവർക്ക് ആഹാരം കിട്ടാതെ പോയി. 2-ാമത്തെ കാരണം, അതിന്റെ 10-ാം വാക്യം നോക്കിക്കേ. 10-ാം വാക്യം, കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് കരുണയുള്ള സ്ത്രീകൾ. ഈ കരുണയുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് യഹൂദയിലെ അമ്മമാരെ പറ്റി പറയാ.
അവര് നല്ല കരുണയുള്ള സ്ത്രീകളാ. പക്ഷെ അവരവിടെ ചെയ്തത് എന്തുവാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ച എന്തുവാ ചെയ്തതെന്ന്? കരുണയുള്ള സ്ത്രീകൾ ആ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. ആ അവർ എന്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തിങ്കൽ അവർക്ക് ആഹാരമായിരുന്നു. കേട്ടോ എന്തുവാ ചെയ്തതെന്ന് കണ്ട? കരുണയുള്ള സ്ത്രീകളാ. 9 മാസം കുഞ്ഞിനെ കൊണ്ട് നടന്ന് വേദനയോടെ പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തിയ നല്ല കരുണയുള്ള അമ്മമാർ. പക്ഷേ ഈ പ്രതിസന്ധി വന്നപ്പോൾ ഈ കരുണയുണ്ടെന്ന് പറഞ്ഞ ഈ അമ്മമാര് തന്നെ ഈ കുഞ്ഞുങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത് ആഹാരമാക്കി. ഇതിന് സമാനമായ ഒരു ചരിത്രം പണ്ട് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ശമരിയ പട്ടണത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അമ്മമാര് തമ്മിൽ സംസാരിച്ച സംഭാഷണം നമുക്കറിയാം. ഇന്ന് നമുക്ക് എൻ്റെ കുഞ്ഞിനെ പുഴുങ്ങി തിന്നാം, നാളെ നിന്റെ കുഞ്ഞിനെ നമുക്ക് പുഴുങ്ങി തിന്നാം, അങ്ങനെ നമുക്ക് ക്ഷാമത്തിൽ ജീവിക്കാം. സ്വന്തം ജീവനെ നിലനിർത്താൻ കുഞ്ഞുങ്ങളെ തിന്ന മാതാവ് ആ ദേശത്തുണ്ടായിരുന്നു. നിങ്ങളിപ്പോ തന്നെ എന്നോട് നിങ്ങളുടെ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, we didn't do that. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല ബ്രദർ, അങ്ങനെ ചെയ്തിട്ടില്ല. യെസ്, നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ചെയ്യുന്നത് എന്തോ അറിയാം? when we as parents, മാതാപിതാക്കളാണ് നമ്മൾ, നമുക്ക് ബോധിച്ചതുപോലെ കുഞ്ഞിനെ വളർത്തുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരുടെ ഭാവിയെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ ആ കരുണയില്ലാത്ത സ്ത്രീകൾക്ക് തുല്യമാകുക. ടു സാറ്റിസ്ഫൈ മൈ ഈഗോ, എൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ, എൻ്റെ സ്വാർത്ഥതയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഞാൻ എൻ്റെ മോനെ, ഞാൻ എൻ്റെ മോളെ എനിക്കിഷ്ടമുള്ളതാക്കുക. സെയിം തിങ് ദാറ്റ് ദേ ഡിഡ്. നിങ്ങൾ യോജിക്കുന്നില്ല, യോജിക്കണ്ട. പക്ഷെ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. തലമുറയെ തന്നതാരാ? ഇഫ് ഗോഡ് ഈസ് എ ഗിവർ, ഹി ഹാസ് എ പർപ്പസ്. തലമുറയെ ദൈവമാണ് നിങ്ങളുടെ കയ്യിൽ തന്നതെങ്കിൽ അവരെ ഓരോരുത്തരെയും പറ്റി ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മാതാപിതാക്കളുടെ ദൗത്യം എന്താ? അപ്പം അവരെ ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് കരം പിടിച്ച് നടത്താനാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ഉദ്ദേശം. പക്ഷെ നമ്മൾ ചെയ്തത് എന്താ? നമ്മൾ ചെയ്തത് ജനിച്ചു വീഴുമ്പോൾ തന്നെ, കമന്ന് വീഴുന്നതിന് മുന്നേ, ഒന്ന് നിൽക്കുന്നതിന് മുന്നേ നമ്മൾ പറയും, അവനെ നമുക്ക് എൻഡോക്രൈനോളജിസ്റ്റ്, എന്തോ നമുക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല, ആക്കാം അവനെ ഇന്നടുത്ത് വിടണം. പിന്നെ അയലോക്കക്കാരൻ ഗൾഫിലാവട്ടെ, നമ്മക്കപ്പോ യൂറോപ്പിൽ വിടാം. അവര് നേഴ്സിങ്ങിനാ വിടുന്നേന്ന് തോന്നുന്നു, നമുക്കന്ന് ഫാംഡിക്ക് വിടാം. അവര് BDS ആയിരിക്കും കേട്ടോ, നമുക്കന്ന് MBBS പിടിക്കാം. മത്സരം ദുരന്തമാണിത്. അത് നമ്മുടെ ഇടയിൽ കടന്നുകൂടി. നമ്മൾ ചെയ്ത എന്തുവാന്നറിയാമോ? പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥതയുടെ കലത്തിൽ, നമ്മുടെ ഈഗോയുടെ കലത്തിൽ, നമ്മുടെ മത്സര ബുദ്ധിയുടെ കലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പാകം ചെയ്ത് തിന്നു. 10-12 ആയ മക്കൾ ഇവിടെ ഉണ്ടോ? മക്കളെ, നിങ്ങളെപ്പറ്റി ദൈവത്തിന് ഉദ്ദേശമുണ്ട്. Parents, God has a plan for them. അവരും നിങ്ങളും കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്ക്. കർത്താവേ, എൻ്റെ മകൻ, എൻ്റെ മകൾ അവിടുത്തേതാണ്. അവന് ബുദ്ധി കൂടുതലുണ്ടെങ്കിലും അത് ദൈവം തന്നതാ. അവന് ബുദ്ധി കുറവാണേലും അത് ദൈവം തന്നതാ. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവ വഴി വിട്ട് എൻ്റെ മോൻ പോകല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവണം. Let us not be like the woman in Yehuda. യഹൂദയിലുള്ള സ്ത്രീകളെ പോലെ നമ്മൾ ആവാതിരിക്കുക. എന്നോട് എത്രയോ യൗവനക്കാര് നേരിട്ട് പറഞ്ഞ കാര്യം എനിക്കറിയാം. അച്ചച്ചാ, എന്തിനാ ഞാനിത് പഠിക്കുന്നത് എനിക്കറിയത്തില്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഡിഗ്രി ചെയ്യാൻ. പക്ഷെ പപ്പയ്ക്ക് വലിയ ആഗ്രഹം. പപ്പ പറഞ്ഞു ഇത് ചെയ്യണമെന്ന്. പപ്പ പറഞ്ഞു ഇത് ചെയ്യണമെന്ന്. എത്രയോ കേസുകൾ 1-2 വർഷം കഴിയുമ്പോൾ അവനത് വിട്ട്
വേറെ പല വഴിക്ക് പോയി. നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്ന അവൻ തീർത്തിട്ട് വരുമെന്നാ. അവൻ തീർത്തിട്ട് തന്നെ വരും. ചിലയിടത്തൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇടയിലും കാണും. ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളണം. ചിലയിടത്തെ മാതാപിതാക്കള് അപ്പമാരായിരിക്കും പറയുന്നത്, മോന്റെ പപ്പയ്ക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയുള്ളൂ, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് ഉയർത്താൻ മോനൊരു PhD വരെങ്കിലും പഠിപ്പിക്കണം. മോനെ, പപ്പയ്ക്ക് പഠിത്തം കുറവായതുകൊണ്ട് ആൾക്കാരൊന്നും പപ്പയെ ബഹുമാനിച്ചില്ല. മോൻ പഠിച്ച് വലിയ ആളാവണം. എന്റെ മോൻ ഇന്നാരാന്ന് കേൾക്കുമ്പോ എനിക്കും അഭിമാനം കൊള്ളണം. ഷെയിംഫുൾ. നമ്മൾ എന്തുവായിരുന്നു പറയണ്ടേന്നറിയോ? മക്കളോട് പറയണ്ടേ എന്തുവാന്നറിയോ? മോനെ, പപ്പ കർത്താവിനെ അറിഞ്ഞപ്പം പ്രായമായി പോയി. വേണ്ട പോലൊന്നും കർത്താവിന് വേണ്ടി ഓടാൻ പറ്റിയില്ലടാ. നീ ഓടണം. പപ്പയ്ക്ക് പോകാൻ പറ്റാത്തടത്ത് മോൻ പോണം. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് മോളെ നീ ചെയ്യണം. പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദർശനം തലമുറയ്ക്ക് കൈമാറാൻ നമ്മുടെ മാതാപിതാക്കൾ തയ്യാറാവണം. വാട്ട് ഈസ് എ റെമഡി? ഇതിന് സൊല്യൂഷൻ എന്താ? ഞാൻ അതുകൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. വാട്ട് ഈസ് എ സൊല്യൂഷൻ? 2 സൊല്യൂഷൻ. ഈ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ച വാക്യം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. ആരും നുറുക്കി കൊടുക്കുന്നില്ല. ഒന്നാമത്തെ പരിഹാരം, ഈ പ്രശ്നത്തിന്റെ പരിഹാരം, 1, ഗീവ് ദം ഫുഡ്. അവർക്ക് അപ്പം നുറുക്കി കൊടുക്കുക. എന്തുവാ ഈ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ? കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പുറകിലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കഴിക്കുന്നത് പോലെ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? പൊടിച്ച് ഞെരടി, ചിലയിടത്തൊക്കെ കുറുക്കാക്കി അവരെ കുടിപ്പിക്കുന്ന പരിപാടികളുണ്ട്. എന്ന് പറയുന്ന പോലെ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അവരെ കഴിക്കുന്ന ഭാഗത്തിലാക്കി കൊടുക്കുക. ഇൻ ദ സെയിം വേ നമ്മൾ ഈ ചിന്തിച്ചു വരുന്നതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, ദൈവവചനത്തെ നുറുക്കി മക്കൾക്ക് മനസ്സിലാകുന്ന നിലയിലേക്ക് കൊടുക്കണം. ഇത് ചിന്തിച്ചപ്പോൾ ഞാൻ 2 നിലയിലാണ് ഇതിനൊരു ആപ്ലിക്കേഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. 1, വെർ ഇസ് എ ബ്രെഡ് ബ്രോക്കൺ? എവിടെ വചനം നുറുക്കുന്നത്? ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വചനം ഇപ്പൊ നുറുക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ യു ലുക്ക് അറ്റ് ദിസ് ചിൽഡ്രൻ, ഇവിടെ ദേ ആർ ഫുള്ളി ഡിസ്ട്രാക്റ്റഡ്. ഇടയ്ക്കിരിക്കുന്ന യൗവനക്കാരൻ നോക്കുക, ദേ ആർ ഡിസ്ട്രാക്റ്റഡ്. അപ്പൊ എന്തോ പരിഹാരം? ഒരു പരിഹാരം, ശുശ്രൂഷിക്കുന്ന ഞങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കുറച്ചും കൂടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥനയുടെ കുറവാണോ ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളൊരു സംശയം എനിക്കിപ്പോൾ ഉണ്ട്. ബട്ട് ലിസൺ ടു മീ, ഓൺ ദ അതർ ഹാൻഡ്, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് സാധ്യമല്ല. ആര് പ്രസംഗിച്ചാലും സാധ്യമല്ല. കാരണം പറയാം, ഇവിടെ ഇരിക്കുന്ന പിള്ളേര്, കുഞ്ഞുങ്ങള്, ഇവരുടെ മനസ്സിൽ കൂടെ ഇപ്പൊ പോകുന്ന കാര്യം എന്താണെന്നറിയോ? ഈ അടുത്ത പോയിന്റ് എന്തുവാണെന്നാണോ? ആദ്യം വരെ പറഞ്ഞ പോയിന്റ് എന്ത് പറഞ്ഞില്ല, അപ്പോഴും അടുത്ത പോയിന്റ് നമ്മൾ നാളെ രാവിലെ കൊടുക്കേണ്ട ഹോംവർക്ക്, നാളെ രാവിലെ എഴുതേണ്ട എക്സാം, നാളത്തെ ലാബ് റിപ്പോർട്ട്, നാളത്തെ ടീച്ചറിന്റെ ഫസ്റ്റ് പീരീഡ്, ചിലർക്ക് അവസാനത്തെ ഗെയിംസ് പീരീഡ്. ഇതൊക്കെ അവരുടെ ചിന്തയിൽ കൂടെ പോകുന്ന കാര്യം. അപ്പൊ ഞാൻ പറയോ, തലമുറകൾ doesn't make sense. It is going overboard. മേളിൽ കൂടെ പറന്നു പോവാ പലതും. അല്ലെ, അവരോട് ചോദിക്കും നിങ്ങൾ വീട്ടിൽ പോയിട്ട്, കഴിഞ്ഞ ആഴ്ച ഇന്നെന്ത്? They don't understand. ചെയ്യേണ്ട സൊല്യൂഷൻ എന്താ അറിയോ? സൊല്യൂഷൻ ഈസ് ഇൻ യുവർ ഫാമിലി ബ്രേക്ക് ദ ബ്രെഡ് അഗെയിൻ. ഞങ്ങളെക്കാളും നല്ലതായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അറിയത്തില്ലേ? Sit together, build an altar where the father, mother and children sit together and break the bread again. അവർക്ക് മനസ്സിലാകുന്നത് പോലെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് വീണ്ടും നുറുക്കി അവർക്ക് കൊടുക്കണം.
ഉത്തരവാദിത്തം പിതാക്കന്മാർ ഏറ്റെടുക്കാൻ തയ്യാറാവണം. 8 മണിയാകുമ്പോ നീ പ്രാർത്ഥിച്ചോടി എന്ന് പറയുന്നതല്ല. സീരിയസ് ടൈം ഓഫ് ബ്രേക്കിംഗ് ബ്രെഡ് ഇൻ ദ ഫാമിലി. നിങ്ങൾ അനുവാദം തരുവാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ആക്ടിവിറ്റി. എന്താണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കാം, മോളെ ഇന്നലെ രാത്രി പപ്പ പറഞ്ഞ വാക്യം എന്തുവാന്ന്. പ്രശ്നമാകത്തില്ലയോ? വേണ്ടല്ലേ? വേണ്ട 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 എന്നാൽ ഈ ആഴ്ചയില്ല, അടുത്ത ആഴ്ച തൊട്ടിട്ട് അങ്ങനെ ഉണ്ടായിരിക്കും. ഈ ആഴ്ച ചോദിക്കുന്നില്ല. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഇന്ന് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് അസ്വസ്ഥത തോന്നുന്നു, ഇന്ന് രാവിലെ ഇത് കേൾക്കുകയും ചെയ്തു ഒന്നും പറയാതെ പ്രാർത്ഥിക്കുക എങ്ങനെ? എന്ത്? യു ഷുഡ് ഫീൽ അൺകംഫർട്ടബിൾ. യെസ് യു മസ്റ്റ് ഫീൽ അൺകംഫർട്ടബിൾ. We didn't understand. നമുക്ക് മനസ്സിലായില്ല. യൂത്ത് ഇമ്പാക്ട് നല്ലതാ, യൂത്ത് കോൺഫറൻസ് നല്ലതാ, VBS നല്ലതാ, സൺഡേ സ്കൂൾ നല്ലതാ. പക്ഷെ അതൊന്നും പോരാ. The biblical principle model is parents taking the responsibility. ആവർത്തന പുസ്തകം 6-ാം അധ്യായം, ഞാനത് എടുക്കുന്നില്ല. നമ്മൾ അവിടെ കാണുന്നത് നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, കിടക്കുമ്പോൾ, അവരോടൊപ്പം ഇരിക്കുമ്പോൾ വചനം സംസാരിക്ക്. കേട്ടിട്ടുണ്ടോ മോനെ പപ്പ വചനം പറയുന്നേ? പപ്പയ്ക്ക് വചനം അറിയാം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പരിജ്ഞാനമൊക്കെ NLG-യിലുള്ള എല്ലാവർക്കും ഉണ്ട്. അത് മാത്രമല്ല, വേണമെങ്കിൽ ഒരു പ്രസംഗത്തിലുള്ള നമ്മുടെ ഉണ്ട്. നമ്മൾ ധൈര്യത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനം എടുത്താൽ മതി. കർത്താവേ, കൃത്യസമയം എൻ്റെ മക്കളെയൊക്കെ ഇരുത്തി ഞാനൊരു വേദഭാഗം, അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു ഭാഗം എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് എത്രയോ സന്ദേശങ്ങളുണ്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരോട് ഇടപെട്. ദൈവവചനം അവർക്ക് നുറുക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പറഞ്ഞു വരുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം, ഗിവ് ദം ഫുഡ്. അവർക്ക് ആഹാരം കൊടുക്കുക, നുറുക്കി കൊടുക്കുക. ചർച്ചിൽ നുറുക്കുന്നു, പോരാതെ വരുന്നത് വീട്ടിൽ നുറുക്കാൻ പിതാക്കന്മാർ, മാതാക്കൾ തയ്യാറാവട്ടെ. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് മുന്നോട്ട് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഞങ്ങൾ അനാഥന്മാരും അപ്പനില്ലാത്തവരുമായിരിക്കുന്നു, ഞങ്ങളുടെ അമ്മമാർ വിധവന്മാരായി തീർന്നിരിക്കുന്നു. ഇവിടുത്തെ പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ലിറ്ററലി അവിടെ നടന്നൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാല് ബാബിലോൺകാർ വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ കുറെ പേരൻസിനെ അവർ കൊന്നു, മാതാപിതാക്കളെ അവർ കൊന്നു, അപ്പന്മാരെ കൊന്നു. അപ്പന്മാര് മരിച്ചപ്പോൾ മക്കൾ അനാഥരായി, അമ്മമാര് വിധവന്മാരായി. അങ്ങനെ ഫാദർലെസ് ആയി തീർന്ന ഒരു റിയൽ പ്രശ്നം. അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നറിയോ? നമുക്കിന്ന് അവിടുന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ സൊല്യൂഷൻ ഈസ് ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥമായി തുറന്ന ഒരു ബന്ധമുണ്ടായിരിക്കണം. മക്കളെ, മാതാവ് പിതാവുമായിട്ട് നിങ്ങളുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? Parents, how are you connected to your children? നിങ്ങളുടെ മക്കളുമായിട്ട് എങ്ങനെയാ ബന്ധം? ഞാനിത് ചിന്തിച്ചപ്പോൾ 1-2 കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? സ്വതന്ത്രം. ഫാദർലെസ്. എങ്ങനെയാണ് ഫാദർലെസ് ആയത്? അവിടെ നടന്നത് യുദ്ധത്തിലാണ്. നമ്മുടെ ഇടയിൽ നടക്കുന്ന 1-2 മേഖല ഞാനൊന്ന് പറയാം. ഒന്ന്, പേരന്റിങ്ങിൽ ഫുൾ ഇൻചാർജ് അമ്മമാരെ അങ്ങ് ഏൽപ്പിക്കും. ആര്? അപ്പന്മാര്. കുഞ്ഞുനാള് മുതലേ അവന്റെ അല്ലെങ്കിൽ അവളുടെ വളർച്ചയുടെ അല്ലെങ്കിൽ പേരന്റിങ്ങിൽ ഇടപെടത്തേ ഇല്ല. മോം ടേക്സ് എൻറ്റയർ ചാർജ്. ചില വീടുകളിൽ പറയുന്നത് തന്നെ ഇങ്ങനെ, എടി അവനോട് മിണ്ടായിരിക്കാൻ പറ, എടി അവനോട് പറഞ്ഞില്ല ഞാൻ ഇവിടെ. അതെന്താ നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ അവളോട് ഭാര്യയോട് പറഞ്ഞ് പറയിപ്പിക്കുന്നത്? അങ്ങനെ പറയാൻ പോലും ഉള്ള രീതിയില്ല. ഭാര്യമാര് വേണം അതെല്ലാം നോക്കിക്കോണം. Why can't you tell to your children? No relation at all. അവസാനം ഇതിന്റെ എല്ലാം ലാസ്റ്റ് ക്ലൈമാക്സ് എവിടെയെന്നറിയോ? അവസാനം എന്തെങ്കിലും ഒരു കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ നാണംകെട്ട കേസിൽ പിടിക്കും. പിടിച്ചു കഴിയുമ്പോൾ എന്താ പറയും? ഇതെല്ലാം നിന്റെ കാരണം, നീ അവനെ ശരിക്കും നടത്ത. As if that father is not involved at all. That is not how parenting is done. അമ്മയും അപ്പനും ഒരേപോലെ ഈ കുഞ്ഞു മക്കളുടെ വളർച്ചയുടെ ഈ എല്ലാ ഘട്ടത്തിലും ഇൻവോൾവ് ചെയ്യണം. അല്ലെങ്കിൽ എന്തോ പറ്റുന്നറിയോ? ഒരു പ്രായം കഴിയുമ്പോൾ, മുമ്പേ പറഞ്ഞ പോലെ പട്ടം പൊട്ടിപ്പോകുന്ന പ്രായമാകുമ്പം എൻ്റെ കാര്യത്തിലൊന്നും അപ്പനൊന്നും പറയണ്ട. എനിക്കറിയാം എന്തോ വേണമെന്ന്. കാരണം ഇതുവരെ പറയാനില്ലായിരുന്നു. പട്ടം പൊട്ടി. കുഞ്ഞിലേ തൊട്ടേ ദൈവകൃപയിൽ മാതാപിതാക്കൾ കൈകോർത്ത് വേണം അവരെ വളർത്തിക്കൊണ്ടുവരാൻ. സെക്കൻഡ് ഏരിയ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാലേ, വീട്ടിലൊക്കെ ചിലയിടത്ത് അപ്പന്മാരെ മക്കളെ കാണുന്നതിന് എന്തോ പോലീസ് ഉദ്യോഗം ഉള്ളതുപോലെ എന്ന് പറഞ്ഞാ, പപ്പ ഇങ്ങ് വരട്ടെ,
പപ്പയോട് ഞാൻ പറയാം. പപ്പയോട് പറയണോ? അപ്പന്മാരെ ഒരു ആള് വന്നാൽ ഇനി അടിച്ച് തകർത്ത് എറിഞ്ഞ് പൊട്ടിച്ച് അടിച്ച്. What is that? അതുകൊണ്ട് തന്നെ പേരൻസുമായിട്ടുള്ള ബന്ധം, അപ്പനുമായിട്ടുള്ള ബന്ധം, അമ്മയുമായിട്ടുള്ള ബന്ധം മക്കൾക്കില്ല. ട്രാൻസ്പെറൻസി ഈസ് ലോസ്റ്റ്. ഞാനിവിടെ ഇരിക്കുന്ന സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. അവർ പറഞ്ഞു ഉത്തരം ഇപ്പൊ കാണാം. മോളെ, കഴിഞ്ഞ എക്സാമിന് തോറ്റ സബ്ജക്റ്റിന്റെ പേപ്പർ, തോറ്റില്ലെന്നായിരിക്കും നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞത്, തോറ്റവരുണ്ട്. തോറ്റ സബ്ജക്റ്റിന്റെ പേപ്പർ വീട്ടിൽ കാണിക്കാൻ പറ്റുമോ? കണ്ടാ പിന്നെ തീർന്നു. അതുകൊണ്ട് എന്തോ ചെയ്തു, ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുത്തു. നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, തോറ്റെന്ന് പറഞ്ഞിട്ടില്ല, ഒപ്പിടണമെന്ന് പറഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടേ ഇല്ല. യൗവനക്കാര് സ്കൂളിൽ കോളേജിൽ ഒരു അടിപിടി കേസ്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്തെങ്കിലും ഒരു കേസ് വീട്ടിൽ ചെന്ന് പപ്പയോട് പറയാൻ പറ്റുമോ? പപ്പയോട് എന്ന് പറയാൻ പറ്റുമോ? പപ്പ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എസ്പെഷ്യലി പെൺകുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ ലവ് അഫെയർസ്, ആരോ വന്ന് എന്തോ ഒന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് എപ്പോഴും ആരോട് പറയും, എന്തോ ചെയ്യും. ആക്ച്വലി അപ്പനോട് പറയണല്ല, അമ്മയോട് പറയണമായിരുന്നു. അവരോട് പറയാൻ പറ്റുമോ? കുത്തി കൊല്ലും ഞാൻ, അടിച്ചു കീറും ഞാൻ. എന്തോ ഒന്നും ചെയ്യാനില്ല, ധൈര്യം ആൾക്ക് മോനോട് പറയാൻ ധൈര്യമില്ല, അപ്പോഴാ വല്ലവരോടും ചെന്ന് പറയുന്നത്. വാട്ട് ഹാസ് ഹാപ്പൻഡ്? നമ്മുടെ പിള്ളേർ തമ്മിൽ പറയുന്ന ഒരു ഭാഷയുണ്ട്, നിങ്ങൾ പറയാറില്ലെന്നല്ല, എന്താ അറിയോ? വീട്ടിലറിഞ്ഞാ കൊല്ലും. നമ്മുടെ മക്കളൊന്നും അങ്ങനെ പറയല്ലേ. നമ്മുടെ മക്കൾക്ക് നമ്മളോട് വന്ന് പറയാനുള്ള ഓപ്പൺ ഡോർ, ട്രാൻസ്പെറന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. തകർന്ന ബന്ധങ്ങളുണ്ടോ? അമ്മയും അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ ഇന്ന് ശരിയാക്കണം. മോനെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കണം. മോനെ, എന്ത് വേടാ, കോളേജിൽ എന്നാ ഉണ്ട്, വൈകിട്ട് വരുമ്പോൾ സ്കൂളിൽ എന്താ ഉണ്ട്, അന്വേഷിക്കണം, അവരിൽ നിന്ന് കേൾക്കണം, അവരുടെ പ്രശ്നം അറിയണം. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം പിതാക്കന്മാരോടാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു ചിന്ത. പണ്ടത്തെ പ്രശ്നം ഫാദർലെസ് എന്ന് പറയുന്നത് അന്ന് ലിറ്ററലി നടന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ 1-2 മേഖല പറഞ്ഞു. അതേപോലെ തന്നെ ചില നാളുകൾക്ക് മുമ്പ്, 20 years ബാക്കിലത്തെ ഒരു പ്രോബ്ലം, അപ്പന്മാർ പല മക്കൾക്ക് ഇല്ലായിരുന്നു. കാരണം അപ്പന്മാർ എവിടെയായിരുന്നു? ഗൾഫിലായിരുന്നു. എവിടെയായിരുന്നു? അപ്പൊ അമ്മയും മക്കളുമായിട്ട് അപ്പൻ അയച്ചു തരുന്ന പൈസ കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. പക്ഷെ ഇപ്പോൾ ട്രെൻഡ് മാറി. ഇപ്പോൾ അപ്പൻ ഇവിടെ ഉണ്ട്, അമ്മ UK-ലാ. കാരണം ഇപ്പം മൈഗ്രേഷൻ്റെ ട്രെൻഡ് നമ്മൾ UK-ലോട്ട് മാറ്റി പിടിച്ചു. അപ്പം പിള്ളേർ പറയും, കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞെന്നോട് പറഞ്ഞു, എൻ്റെ മമ്മി വരും, എന്നെയും പപ്പയും കൊണ്ടുപോകും. In the crucial ages of their life, അവരെ ചേർത്ത് പിടിക്കേണ്ട, അവരോടൊപ്പം നിൽക്കേണ്ട നല്ല പ്രായത്തിൽ അവരെ മാറ്റി നിർത്തി, അവരെ ഒറ്റപ്പെടുത്തി, പല വഴിക്ക് അവരെ ഏകാന്തതയിലേക്ക് അടച്ചിട്ടപ്പോ നിങ്ങളിൽ നിന്ന് അവർ ബഹുദൂരം പോയി, നിങ്ങളിൽ നിന്ന് അവർ അകന്നുപോയി. ആരോടും തുറന്ന് സംസാരിക്കാൻ പറ്റാതെ അവർ വലിയ ദൂരം സഞ്ചരിച്ചത് നമ്മൾ അറിഞ്ഞില്ല. Let us build solid, transparent relationship with our children. ഇനിയും ഇതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ ചിന്തിക്കും, അല്ല ഞങ്ങളെ ഉദ്ദേശിച്ച് ഞങ്ങളുടെ കാര്യമായിരിക്കും, അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നൊക്കെ നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ടായിരിക്കും. ഐ എം സോറി, ദാറ്റ് ഈസ് എ ഫാക്ട്. അത് സത്യാവസ്ഥയാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം. സംടൈംസ് സം ഫാമിലി, കുടുംബത്തിൻ്റെ സാഹചര്യം കൊണ്ട് അപ്പനും അമ്മയ്ക്കും നാട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമായി. അപ്പൻ പുറത്താ, അല്ലെ അമ്മ പുറത്താ, വിദേശത്താ, ഒരു പേരന്റ് മാത്രമാണ് വളർത്തുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്, അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ അവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്തോ അറിയോ? The church must step up to fill that place. ആ വിടവിനെ നികത്താൻ ദൈവസഭ നിൽക്കണം. എങ്ങനെയാണെന്നറിയോ? ഒരു വീട്ടിൽ അമ്മ തന്നെ ആ വിശ്വാസത്തിൽ, പിള്ളേരും വരുന്നുണ്ട്, അപ്പന് താല്പര്യമില്ലെങ്കിൽ
ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇവിടുത്തെ പ്രായമുള്ള പിതാക്കന്മാർ തയ്യാറാവണം. ഇവിടുത്തെ പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ പല മക്കളെയും ചേർത്ത് പിടിക്കാൻ തയ്യാറാവണം. PYP, YPC എന്നൊക്കെ പറഞ്ഞ യുവജന സംഘടനകൾ, പ്രായമുള്ള അച്ചാച്ചന്മാർ, കുഞ്ഞുങ്ങളോട് ബന്ധമുണ്ടാവണം. ചർച്ചിൽ അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഇനിയിപ്പോൾ പറ്റണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയാം. വന്ന കാര്യം, പണ്ടൊരിക്കൽ ഞാനൊന്ന് പറഞ്ഞു, ന്യൂസ് ചാനലിൽ കൊടുക്കുന്നതിനേക്കാളും വേഗത്തിൽ ആ വാർത്ത ഇവിടെ മൊത്തം സ്പ്രെഡായി എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പണ്ടൊരിക്കൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, പേരില്ലായിരുന്നു, പക്ഷെ ഞാൻ പല ആവർത്തി പലരത് പ്രസംഗിക്കുന്ന കേട്ടു. വി മസ്റ്റ് ചേഞ്ച്. നമ്മൾക്ക് മാറ്റം വരണം, നമുക്ക് മാറ്റം വരണം. ഞാൻ വാക്യങ്ങൾ ഇനി എടുക്കുന്നില്ല, പല വാക്യങ്ങളുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇവിടെയുള്ള കുഞ്ഞുമക്കളോട് ഞാൻ പറയാം, ഇവിടെയുള്ള മിനിസ്റ്റേഴ്സ് ആരാണേലും നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടായി, വീട്ടിൽ പറയാൻ പറ്റത്തില്ല, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, കം ടു ദ ചർച്ച്, കം ടു ദ ലീഡേഴ്സ് ഓഫ് ദിസ് ചർച്ച്, ടെൽ ദം യുവർ ഹാർട്ട്. എനി ടൈം അങ്ങനെ ബന്ധം ഉണ്ടാവണം, അങ്ങനെ ബന്ധം ഉണ്ടാവണം. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം മുന്നോട്ട് ഒത്തിരി പോയി. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് പാസ്റ്റേഴ്സ്. ഇന്ന് ഇവിടുന്ന് പോകുമ്പം ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് പാസ്റ്റേഴ്സ്. ടൈറ്റസ് ചാപ്റ്റർ 2 പണ്ടൊരിക്കൽ പാസ്റ്റർ എടുത്താണ്. പ്രായമുള്ള ആൻറ്റിമാര് കുഞ്ഞ് ഗേൾസിന് എന്തോ ചെയ്യണം? മെന്റർ ചെയ്യണം. അവരെ സത്യ ഉപദേശത്തിൽ നടക്കാൻ അവരെ പഠിപ്പിക്കണം. പ്രായമുള്ള അങ്കിൾമാര് കുഞ്ഞുമക്കളെ ദൈവവചനത്തിൽ നടത്തണം. നമുക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? നമുക്കങ്ങനെ ഒരു ബന്ധമുണ്ടോ? നമുക്കൊരു ബന്ധം അങ്ങനെ ഉണ്ടാവണം. പറഞ്ഞു വരുന്ന കാര്യം, ബ്രേക്കിംഗ് ദ ബ്രെഡ്, ബിൽഡിംഗ് ദ റിലേഷൻസ്. ബ്രെഡ് ബ്രേക്കിംഗ് ചർച്ചിൽ നടക്കും. അതിൻ്റെ കുറവ് കുടുംബത്തിലും ഒരുമിച്ച് അപ്പം നുറുക്കി പരിഹരിക്കണം. ബിൽഡിംഗ് ദ റിലേഷൻഷിപ്പ് വീട്ടിൽ നടത്തും. പക്ഷെ വീട്ടിൽ കുറവുണ്ടായാൽ സഭ ചേർന്ന് നിൽക്കണം. പറഞ്ഞു വരുന്ന കാര്യം, ദൈവസഭയും കുടുംബവും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ കുഞ്ഞുമക്കൾ ദൈവകൃപയിൽ വളരത്തുള്ളൂ. ഇനിയും അവസാനമായിട്ട് 2 വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം എന്ന് പറയും, പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈസ് ദാറ്റ് വി മസ്റ്റ് പ്രേ. വി മസ്റ്റ് പ്രേ. വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 3-ാം അധ്യായം 48-49 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ചാപ്റ്റർ 3 വേഴ്സസ് 48. എന്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എന്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു, ഇളയ്ക്കുന്നതുമില്ല. അവിടുത്തെ പറഞ്ഞിത്രേ ഉള്ളൂ, പുത്രിയുടെ നാശം. നമ്മുടെ ഇടയിലെ യൗവനക്കാരെ ഓർത്തിട്ട് സ്വർഗം, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കോ? ലോർഡ് വി വിൽ പ്രേ, ലോർഡ് വി വിൽ പ്രേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഞങ്ങളുടെ മക്കളെ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഒന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മക്കൾ, പേരൻസ് ഇവിടെ ഉണ്ടോ? Start praying that the Lord will look down from heaven. 2-ാം അധ്യായം 18-19 വാക്യം. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്കു തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈ മലർത്തുക. പറയുന്ന കാര്യം, ഡു നോട്ട് ഗീവ് യുവർ സെൽഫ് റെസ്റ്റ്. വിശ്രമം കൊടുക്കാതെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ പല മക്കൾ ദൈവ വഴി വിട്ടുപോയി. നമ്മുടെ പല മക്കൾ ഇപ്പോഴും ആത്മീയതയ്ക്ക് വലിയ താല്പര്യം കാണിക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ നിലവിളി, നമ്മുടെ കരച്ചിൽ ദൈവസന്നിധിയിലേക്ക് ഉയരണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നമുക്ക്. നിങ്ങൾ അവിടെ ഇരിക്കുക. കുഞ്ഞുങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചെയ്ത പോലെ കുഞ്ഞുമക്കളെല്ലാം ഒന്ന് എഴുന്നേറ്റ്. ഫേസ് ദം. അങ്ങോട്ട് ഫേസ് ചെയ്യ്. ഫ്രണ്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഫേസ് ചെയ്യ്. ഫ്രണ്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഫേസ് ചെയ്യ്. പ്രേ ഫോർ ദം. ചില നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എടുക്കാം. കർത്താവേ, അവരെ ശത്രുവിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല.
അവരെ ഞാൻ പാപത്തിന് വിട്ടുകൊടുക്കത്തില്ല, ലോകത്തിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പിടിച്ചുകൊണ്ടുപോകാൻ ശത്രുവിനും പാപത്തിനും പ്രലോഭനങ്ങളുണ്ട്, പക്ഷെ ഞാൻ അവരെ വിട്ടുകൊടുക്കത്തില്ലെന്ന് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ദൈവസഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ടാകും, കുടുംബങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ചെയ്യും. പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. വാഗ്ദത്തമുണ്ട് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ ആത്മാവിനെ പകരാമെന്ന്, മക്കളുടെ മേൽ പ്രവചന ആത്മാവിനെ പകരാമെന്നുള്ള വാഗ്ദത്തമുണ്ട്. നമ്മുടെ മക്കൾക്ക് ആ ദൈവ ശുശ്രൂഷകൾ വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാക്കന്മാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം, കണ്ണുനീര് വരണം, കണ്ണുനീര് വരണം. ലോർഡ്, അവർ നശിച്ചു പോകരുത്. കർത്താവേ, അവർ നശിച്ചു പോകരുത്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ തലമുറകൾ കർത്താവിന് വേണ്ടി നിൽക്കണം. എഴുന്നേറ്റു എഴുന്നേറ്റു രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു പകർന്നിടുക മനമുരുകി വെള്ളം പോലെ കർത്തൻ സന്നിധേ. പകർന്നിടുക മനമുരുകി വെള്ളം പോലെ കർത്തൻ സന്നിധേ. നമ്മുടെ കരങ്ങളെ ഒരു നിമിഷം ഇങ്ങോട്ട് നീട്ടാം. ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മക്കളെ ഞാൻ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന ലോകത്തിന്റെ പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ലെന്ന് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു മാതാവും ഒരു പിതാവും മിണ്ടാതെ ഇവിടെ നിൽക്കലിപ്പം. ഇത് പ്രാർത്ഥിക്കാനുള്ള നിമിഷമാ. കർത്താവേ, എൻ്റെ തലമുറ പാപത്തിലല്ല, ലോകത്തിലല്ല, സഭയിൽ കർത്താവിന് വേണ്ടി അവനോടട്ടെ. അവർ പ്രവചിക്കുന്നവർ അവരിൽ നിന്നുണ്ടാകട്ടെ. ദൈവവചനം സംസാരിക്കുന്നവർ അവരുടെ നടുവിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.